ഹായ് ആൾ, വെൽക്കം ടു മൺസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റ് മറ്റേത് സബ്ജക്റ്റ് പോലെ നമുക്കറിയാം 4 മോഡ്യൂൾസ് ഉണ്ടായിരുന്നു. ആ 4 മോഡ്യൂൾസിന്റെ കംപ്ലീറ്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ അതിൽ നമ്മൾ ഇന്ന് ഈ സെഷനിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഓരോ മോഡ്യൂൾ വൈസ്, നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഓരോ മോഡ്യൂൾ വൈസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കളക്ഷൻസും അതേപോലെ തന്നെ ഇൻ കേസ് ഫർദർ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ സീരീസ് ആണ്. നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1 ആണ്. മോഡ്യൂൾ 1 മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അത് ഏതെല്ലാം ടൈപ്പാണ്, നമുക്ക് ഏതെല്ലാം ഫോർമുലാസ് യൂസ് ചെയ്ത് എങ്ങനെയെല്ലാം നമുക്ക് അതിനെ സോൾവ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെയാണ് ഫസ്റ്റ് മോഡ്യൂൾ ഫസ്റ്റ് ഉണ്ട്. നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PC-ECT 402 ആണ്. അതുപോലെ അതിന്റെ ക്രെഡിറ്റ് 4 ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്ട് S4EC ബ്രാഞ്ചിന്റെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ ഒരു മെയിൻ ആൻഡ് കോർ പേപ്പർ ആണ്. കോർ പേപ്പർ എന്നതുപോലെ തന്നെയാണ് വളരെ പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. അതായത് ഇവിടെ വരുന്നതിൽ 80% ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കുന്നത് പ്രോബ്ലമാറ്റിക് സെക്ഷനിൽ നിന്നാണ്. കാരണം ഇതൊരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്, പ്യൂർലി പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. ബട്ട് അതിന്റെ തിയറി എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് എന്തെല്ലാം ഫോർമുലാസ് യൂസ് ചെയ്യുന്നു, എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ തിയറി സെഷനിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തത്. സോ ആ തിയറി സെഷനിൽ നിന്നിട്ട് നമ്മൾ പിന്നീട് അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ നമുക്ക് മോഡ്യൂൾ വൈസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മോഡ്യൂൾസ്. ഓരോ മോഡ്യൂളിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എന്തെല്ലാം ടോപ്പിക്സ് ആണ് ആ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം അതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയായിരുന്നു സിലബസ്. ഫസ്റ്റ് മോഡ്യൂൾ മേജർ ആയിട്ട് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന കൺസെപ്റ്റ്, സിഗ്നൽസും ആൻഡ് സിസ്റ്റംസ് എന്ന കൺസെപ്റ്റിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചാണ്. അതിന്റെ അണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. 2 തരം സിഗ്നൽസ് ബേസിക്കലി ഉണ്ട്, കണ്ടിന്യൂസ് ടൈമും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്ററി സിഗ്നൽസ്. എലമെന്ററി സിഗ്നൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് ബേസിക് സിഗ്നൽസ്, സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് സിഗ്നൽസ്, അതിനെയാണ് എലമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് സിഗ്നൽസ്, ഒരു സ്പെസിഫൈഡ് ഡെഫിനിഷൻ ടൈപ്പ് ഉള്ള സിഗ്നൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എലമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെ ഉണ്ടായിരുന്നു? യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ്, റെക്ടാങ്കുലർ പൾസ്, ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് സിഗ്നൽസ് ആണ്. ഇന്നതാണ് അതിന്റെ ഡെഫിനിഷൻ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സം വാല്യൂ ഫോർ അതിന്റെ ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷനിൽ എന്താണ് ആണ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ യു ഓഫ് ടി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് നമ്മൾ പറയുന്നത്. സോ ആ യു ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് വെൻ, എപ്പോൾ t greater than or equal to 0, equal to 0 when t less than 0. ഓക്കെ, ഇതേപോലെ യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ്, റെക്ടാങ്കുലർ പൾസ് ഫംഗ്ഷൻ, ഇതെല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എലമെന്ററി സിഗ്നൽസ് പറയുന്ന കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. കണ്ടിന്യൂസ് ടൈം ബേസിക്കലി സിഗ്നൽസിന് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും. എന്താണ് കണ്ടിന്യൂസ്, അതേപോലെ എന്താണ് ഡിസ്ക്രീറ്റ്, ഇത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഡിഫൈൻ ചെയ്യാനൊന്നും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കില്ല. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ബട്ട് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ഇതിന്റെ മീനിങ്? ഇപ്പൊ നമ്മള് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യും, ഇതെല്ലാം 2 ഡയമെൻഷൻ ഗ്രാഫാണ്. 2 ഡയമെൻഷൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ടാകും, ആൾസോ Y ആക്സിസ് ഉണ്ടാകും. അപ്പൊ ഈ എക്സ് ആക്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിനെയും, Y ആക്സിസ് എല്ലായ്പ്പോഴും ടൈം ഡൊമൈൻ റെപ്രസെന്റേഷനിൽ നമ്മൾ എക്സ് ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിനെയും, Y ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ്. ഇപ്പൊ ടൈം ചേഞ്ച് ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര അപ് ടു സംതിങ് അങ്ങനെ വരാം. അതേപോലെ നെഗറ്റീവ് വാല്യൂ വരാം, ടൈം ഡ്യൂറേഷൻ. അപ്പൊ 0ക്കും 1നും ഇടയിലും കുറെ പോയിന്റ്സ്, നമുക്ക് ഡിസ്ക്രീറ്റ് പോയിന്റ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
എത്ര പോയിന്റ്സ് വേണമെങ്കിലും 0ക്കും 1നും ഇടയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 0.1, 0.2, 0.3, 0.5, 0.9. അതേപോലെ തന്നെ ഇതിലും വീണ്ടും ചെറുതാക്കാൻ പറ്റും. 0.03, 0.001. അപ്പൊ എത്രത്തോളം നമുക്ക് മൈന്യൂട്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റും. അതായത് റിസോൾവ് ചെയ്ത് കൺക്ലൂഡ് മീൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എത്രത്തോളം ചെറിയ ടൈം ഇൻസ്റ്റന്റ് പോലും നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും, ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അത്തരം സിഗ്നൽസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. പക്ഷെ അത് ഡിസ്ക്രീറ്റിലേക്ക് വരുന്ന സമയത്ത് ഹോൾ നമ്പേഴ്സ് ആയിട്ടാണ് അതിന്റെ ടൈം ഡൊമൈനിലുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. 0 കഴിഞ്ഞാൽ അടുത്ത 1, പിന്നെ 2, 3, 4 ആ രീതിയിൽ -1, -2, -3. ഇതിനിടയിൽ അതായത് ഇപ്പോ 0.5 എന്ന് പറയുന്ന ടൈം, അല്ലെങ്കിൽ 0.75 എന്ന് പറയുന്ന ടൈം, ഇതല്ലെങ്കിൽ 0.8 എന്ന് പറയുന്ന ടൈം, ഇതൊന്നും എവിടെ വരില്ല, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൽ വരില്ല. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്ന വേറൊരു കാര്യമാണ്, സിലബസിൽ പറയുന്ന വേറൊരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. സിഗ്നൽസിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. അതിലൊരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് അഥവാ ഡിസ്ക്രീറ്റ്. വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ഓർ റാൻഡം സിഗ്നൽ. അതെന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ വഴി ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ എന്ത് പറയും, റാൻഡം എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് പീരിയോഡിക് ഓർ അപീരിയോഡിക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പീരിയോഡിക് അഥവാ അപീരിയോഡിക് സിഗ്നൽ. എന്താണ് പീരിയോഡിക്? എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഓവർ എ പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം. ഒരു സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈമിനനുസരിച്ച് സിഗ്നൽസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തവ അപീരിയോഡിക്. ഇവിടെ മുതലാണ് നമുക്ക് ബേസിക്കലി പ്രോബ്ലംസിന്റെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുന്നത്, അതായത് സിഗ്നൽ പീരിയോഡിക് ആണോ അപീരിയോഡിക് ആണോ എന്നുള്ള കാര്യം എങ്ങനെ വെരിഫൈ ചെയ്യേണ്ടി വരും, അതെല്ലാം നമ്മൾ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്ത് പഠിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ബേസിക്കലി ഈ സബ്ജക്റ്റിന്റെ പ്രോബ്ലമാറ്റിക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതാണ് പീരിയോഡിക് അഥവാ അപീരിയോഡിക്. അങ്ങനെ ഒരു ടൈം ഇന്റർവെലിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത സിഗ്നൽസിനെ നോൺ പീരിയോഡിക് അഥവാ അപീരിയോഡിക് എന്ന് പറയും. റിപ്പീറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെയാണ് എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വേറൊരു ക്ലാസിഫിക്കേഷൻ ഈവൻ ഓർ ഓഡ്. എന്താണ് ഈവൻ സിഗ്നൽ, എന്താണ് ഓഡ് സിഗ്നൽ? ഈവൻ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് മാത്സിൽ പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ് ആണ്. ഈവൻ ഫംഗ്ഷൻ. എന്താണ് ഈവൻ ഫംഗ്ഷൻ? f of minus x is equal to f of x. f of minus x equal to f of x ആണെങ്കിൽ അതിനെ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. സെയിം കാര്യം തന്നെയാണ്. ഈവൻ സിഗ്നൽ എന്ന് പറയുന്നത് x of minus t is equal to x of t. അതിനെ നമ്മൾ ഈവൻ സിഗ്നൽ എന്ന് പറയും. അതുപോലെ x of minus t is equal to minus of x of t ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ വളരെ മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എനർജി സിഗ്നൽ ഓർ പവർ സിഗ്നൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി സിഗ്നൽ എന്താണ്, പവർ സിഗ്നൽ എന്താണ്? എനർജി സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ ഏതെങ്കിലും ഒരു സിഗ്നൽ നമുക്ക് ഗിവൻ ആയിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ട് ഒരു സിഗ്നൽ പറഞ്ഞിട്ടുണ്ട്, ആ സിഗ്നലിന്റെ എനർജി വാല്യൂ, എനർജി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അതേപോലെ തന്നെ അതേ സിഗ്നലിൽ തന്നെ പവർ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 0 ആണെന്ന് വിചാരിക്കുക. എനർജി സിഗ്നൽ കിട്ടിയത് ഫൈനൈറ്റ്, പവർ സിഗ്നൽ കിട്ടിയത് എത്രയാണ്, 0. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എനർജി ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം, ഇൻഫിനിറ്റി വരരുത്. പവർ എന്താവാം, 0 ആവണം. എനർജി ഫൈനൈറ്റ് ആയിരിക്കണം, ആൾസോ പവർ 0യും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എനർജി സിഗ്നൽസ്. ഇനി ഒരു സിഗ്നലിന്റെ എനർജി ഇൻഫൈനൈറ്റ് ആയി മാറണം, അതുപോലെ തന്നെ പവർ എന്തായി മാറണം, ഫൈനൈറ്റ് ആവണം. മാറിപ്പോകരുത്. എനർജി ഇൻഫൈനൈറ്റ് ആകണം, പവർ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സിഗ്നൽ എന്ന് പറയും. അതായത് ഒരു സിഗ്നലിന്റെ പവർ ഫൈനൈറ്റ് ആയിരിക്കണം, എനർജി എന്ന് പറയുന്നത് എന്താവണം, ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയും പവർ സിഗ്നൽ. അപ്പോ
അത്രയുമാണ് അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ പാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും ക്ലാസിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റും ആണ്. നമുക്ക് അതിനകത്ത് നിന്ന് പ്രോബ്ലമാറ്റിസേഷനിലുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ സിലബസിന്റെ അടുത്ത പോർഷൻ പറയുന്നത് ബേസിക് സിഗ്നൽ ഓപ്പറേഷൻ. എന്താണ് ബേസിക് സിഗ്നൽ ഓപ്പറേഷൻ? സിഗ്നലിന്റെ ഓപ്പറേഷൻസ് വളരെ 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 അധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് ബേസിക് സിഗ്നൽ ഓപ്പറേഷൻ. എന്താണ് ബേസിക് സിഗ്നൽ ഓപ്പറേഷൻ? സിഗ്നലിന് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് ടൈം ഷിഫ്റ്റിംഗ്, മറ്റൊന്ന് ടൈം സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ്, സിഗ്നൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ സിഗ്നലിന്റെ ടൈം ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ് ഓഫ് മൈനസ് ടി, അതിനെ പറയുന്നതാണ് ടൈം റിവേഴ്സൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിന് ഫ്ലിപ്പ് ചെയ്യുക, റിവേഴ്സൽ എടുക്കുക. അതുപോലെ എക്സ് ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എക്സ് ഓഫ് ടി പ്ലസ് വൺ ആണെങ്കിലോ ആ എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെയാണ് ടൈം സ്കെയിലിംഗ്. ടൈം സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ എക്സ് ഓഫ് ടി ബൈ ടു അല്ലെങ്കിൽ എക്സ് ഓഫ് ടു ടി, അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും അതെ. ഒന്നുകിൽ ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ടൈം റിവേഴ്സൽ, ടൈം സ്കെയിലിംഗ്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ്, അതുപോലെ സിഗ്നൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് സിഗ്നൽസ് തമ്മിലുള്ള അഡിഷൻ അല്ലെങ്കിൽ രണ്ട് സിഗ്നൽസ് തമ്മിലുള്ള സബ്ട്രാക്ഷൻ, ഇതൊക്കെയാണ് അവിടെ ഓപ്പറേഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൂടുതൽ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻറ്റും. ഓക്കെ, അതാണ് ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഏരിയയാണ് സിസ്റ്റംസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിഗ്നൽസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് സിസ്റ്റംസ്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്താണ് സിസ്റ്റം? ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫൈഡ് ഇൻപുട്ട് ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ, സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ്. ഇപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതുപോലെ ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടും ഒരു സിസ്റ്റമാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ആവേണ്ട ഏതൊരു എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും നമുക്ക് എന്താണെന്ന് പറയാം? സിസ്റ്റം എന്ന് പറയാം. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റും സിസ്റ്റമാണ്. ഇപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്നത് സിസ്റ്റമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ഇൻപുട്ട് ആംപ്ലിഫയറിൽ കൊടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് തരും. ഓക്കെ അല്ലേ? സോ അതാണ് സിസ്റ്റം. ഇനി ഈ സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് റെപ്രസെന്റേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷനും ആൾസോ എന്തോ ആണ്? ക്ലാസിഫിക്കേഷൻ ആണ്. ഏതൊക്കെയാണ്? മെമ്മറി, കോസൽ, സ്റ്റേബിൾ, ലീനിയർ, ടൈം ഇൻവേരിയന്റ്, ഇൻവെർട്ടിബിൾ. ഇത്രയും ടൈപ്പ് ഓഫ് സിസ്റ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ലീനിയർ അഥവാ നോൺ ലീനിയർ വരുന്നു, ടൈം ഇൻവേരിയന്റ് ഓർ ടൈം വേരിയന്റ്, കോസൽ ഓർ നോൺ കോസൽ, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഈ സ്റ്റാറ്റിക്കിനെ പറയുന്ന വേറൊരു പേര് തന്നെയാണ് മെമ്മറി. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ സ്റ്റേബിൾ സിസ്റ്റം, അൺസ്റ്റേബിൾ സിസ്റ്റം, നോൺ ഇൻവെർട്ടിബിൾ, അതായത് ഇൻവെർട്ടിബിൾ അല്ലാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ക്ലാസിഫിക്കേഷൻസും സിസ്റ്റത്തിനുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് സിസ്റ്റംസ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. ഒരു സ്പെസിഫൈഡ് സിസ്റ്റം തന്നിട്ട് അത് ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ, ടൈം ഇൻവേരിയന്റ് ആണോ, വേരിയന്റ് ആണോ, സ്റ്റാറ്റിക് ആണോ, ഡൈനാമിക് ആണോ, കോസൽ ആണോ, നോൺ കോസൽ ആണോ, ഇത് ഓരോന്നും വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ഏരിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ എന്താണ്? സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്. അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം ഒരേ കാര്യം തന്നെയാണ്. പ്രോപ്പർട്ടീസ് തന്നെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ടോപ്പിക്കാണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ ആൻഡ് കൺവല്യൂഷൻ സം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ ആൻഡ് കൺവല്യൂഷൻ സം. എന്താണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ? എന്താണ് കൺവല്യൂഷൻ സം?
അതിനു മുമ്പ് ഞാൻ പറഞ്ഞു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു. സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റിനെയും എനിക്ക് എന്താണെന്ന് പറയാം, സിസ്റ്റം ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അതേപോലെ ഒരു സിസ്റ്റം ഇരിക്കുന്നു. അതേപോലെ ആ സിസ്റ്റത്തിന് ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് ഉണ്ട്, x(t) എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്. ആ സിസ്റ്റത്തിന് ഒരു സ്പെസിഫൈഡ് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ട്. ആ സിസ്റ്റത്തിന്, ഏതൊരു സിസ്റ്റത്തിനും അതിന് ഒരു സ്പെസിഫൈഡ് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. അതിനു മുമ്പ് ആദ്യം എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ ആദ്യം എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? വാട്ട് യു മീൻ ബൈ റെസ്പോൺസ്, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ഇമ്പൾസ് റെസ്പോൺസ് എന്ന വേർഡ് അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ എന്താണ് റെസ്പോൺസ് എന്നുള്ളത് കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്താണ് റെസ്പോൺസ്? റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട്, അത് തന്നെയാണ് റെസ്പോൺസ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യുക എന്നാ പറയുക. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരിക, അതാണ് റെസ്പോണ്ട്. അതുപോലെ തന്നെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം, ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്? ഒരു സിസ്റ്റത്തിൽ ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇമ്പൾസ് സിഗ്നൽ എന്താണെന്ന് നമുക്കറിയാം, അതിനൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം തരുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം തരുന്ന ഔട്ട്പുട്ടിനെയാണ് എന്ത് പറയുന്നത്, ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു സിസ്റ്റത്തിൽ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് എനിക്കറിയാം, x(t) എന്ന് പറയുന്ന ഇൻപുട്ട് ആണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ആ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. ഏതൊരു സിസ്റ്റത്തിനും ഒരു സ്പെസിഫൈഡ് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ x(t) എന്നും ഇമ്പൾസ് റെസ്പോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് h(t) എന്നുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ y(t) എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, y(t). അതായത് x(t)യും h(t)യും ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ x(t)യുടെയും h(t)യുടെയും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും. x(t)യുടെയും h(t)യുടെയും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും എന്നാണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ പറയുന്നത്. അപ്പൊ കൺവല്യൂഷൻ ഇന്റഗ്രൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ കണ്ടീഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. എന്താണ് ആ കൺസെപ്റ്റ്? ആ സിസ്റ്റം ഒരു LTI സിസ്റ്റം ആയിരിക്കണം. എന്താണ് LTI സിസ്റ്റം? LTI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം. ഒരു സിസ്റ്റം ലീനിയറിറ്റിയും ടൈം ഇൻവേരിയൻസും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അതായത് ആ സിസ്റ്റം ലീനിയറും ആണ്, ആൾസോ എന്തുമാണ്, ടൈം ഇൻവേരിയന്റും ആണ്. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് LTI സിസ്റ്റം. അങ്ങനെ ഒരു LTI സിസ്റ്റത്തിൽ മാത്രമേ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ വർക്ക് ആവുകയുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോ ഈ x(t)യുടെയും h(t)യുടെയും കൺവല്യൂഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്, അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, y(t) എന്ന് പറയുന്ന ഔട്ട്പുട്ട്. അതിന് അതിൻ്റെതായ ഫോർമുല ഉണ്ട്, ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സെഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. ഇന്റഗ്രൽ -∞ to ∞ x(τ h(t - τ d)τ. ഇതാണ് അതിന്റെ കൺവല്യൂഷൻ ഇന്റഗ്രൽ. സെയിം രീതി തന്നെയാണ് കൺവല്യൂഷൻ സം. ഓക്കെ, കൺവല്യൂഷൻ സം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന പേരാണ് കൺവല്യൂഷൻ സം. ഇതേ കാര്യം തന്നെ നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നതാണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ. അപ്പൊ കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിൽ പറയുന്നതാണ്? കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലാണ് നമ്മൾ കൺവല്യൂഷൻ ഇന്റഗ്രലിനെ കുറിച്ച് പറയുന്നത്. ഇതേ കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ നമ്മൾ പറയുമ്പോഴാണ് അതെന്തായി മാറുന്നത്? കൺവല്യൂഷൻ സം എന്ന് പറയുന്ന പേരായി മാറുന്നത്. ഈ കൺവല്യൂഷൻ സം എന്ന് പറയുന്ന പേര് തന്നെയാണ് അതിനെ യൂസ് ചെയ്യുന്ന വേറെയും ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് ലീനിയർ കൺവല്യൂഷൻ. രണ്ടും ഒരേ കാര്യം തന്നെയാണ്, ലീനിയർ കൺവല്യൂഷൻ അഥവാ കൺവല്യൂഷൻ സം. ഓക്കെ അല്ലേ? സോ സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിനെ കുറിച്ചുള്ള കുറച്ച് തിയറി കൺസെപ്റ്റുകളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് നമുക്ക് അടുത്തറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റംസ്. LTI സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സിസ്റ്റത്തിന്റെ രണ്ട് കണ്ടീഷൻസും ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയൻസും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു സിസ്റ്റം നമുക്കറിയാം, ആ സിസ്റ്റം
ലീനിയറും ആയിരിക്കണം, എന്തോ ആയിരിക്കണം, ടൈം ഇൻവേരിയന്റും ആയിരിക്കണം. ലീനിയറും ആയിരിക്കണം, ടൈം ഇൻവേരിയന്റും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് LTI സിസ്റ്റം അഥവാ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? സോ ആ സിസ്റ്റത്തിന്റെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് സ്റ്റെബിലിറ്റി, മറ്റൊന്ന് കോസാലിറ്റി. കണ്ടിന്യൂസ് കേസിലും ഡിസ്ക്രീറ്റ് കേസിലും, അതായത് സ്റ്റെബിലിറ്റി ആണ്, അതുപോലെ കോസാലിറ്റി. ഇത് രണ്ടും രണ്ട് കണ്ടീഷൻസ് ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും കോസാലിറ്റി എന്ന് പറയുന്നതും ഓഫ് LTI സിസ്റ്റംസ്. എന്താണ് ഈ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്? ഈ LTI സിസ്റ്റത്തിനാണ് നമ്മൾ പറഞ്ഞു എന്തുണ്ടാവും, എല്ലാ സിസ്റ്റത്തിലും എല്ലാ കൺവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, LTI സിസ്റ്റം ആയിരിക്കണം. ആ LTI സിസ്റ്റത്തിൽ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ടാവും, HT. അത് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, HT എന്ന് പറയും. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, HN എന്ന് പറയും. അപ്പോൾ രണ്ട് കേസിലും, കണ്ടിന്യൂസ് സിസ്റ്റം ആയാലും ശരി, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആയാലും ശരി, രണ്ടിലും എന്തുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇമ്പൾസ് റെസ്പോൺസിന്റെ എന്താ നമുക്ക് വേണ്ടത്, ഈ ഇമ്പൾസ് റെസ്പോൺസിന്റെ കൺസെപ്റ്റ് വച്ചുകൊണ്ടാണ്, ഈ ഇമ്പൾസ് റെസ്പോൺസിന്റെ വാല്യൂസ് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയും ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ആദ്യം എന്താണ് കോസാലിറ്റി നോക്കാം. കോസാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പൾസ് റെസ്പോൺസിന്റെ HT ഈക്വൽ ടു, HTയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0. HT ഈക്വൽ ടു 0 വെൻ t ലെസ് ദാൻ 0. അതായത് ടിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആകുമ്പോൾ HTയുടെ വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ, ടിയുടെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ ടിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആകുന്ന സമയത്ത് HTയുടെ വാല്യൂ എനിക്ക് കിട്ടുന്നത് 0 ആണെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസാലിറ്റി സിസ്റ്റം. ഓക്കെ, HTയുടെ വാല്യൂ ലെസ് ദാൻ 0, ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസാലിറ്റി എന്ന് പറയുന്നത്. HTയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണ് വെൻ t ലെസ് ദാൻ 0, ആ കണ്ടീഷൻ വരുന്നതാണ് കോസാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ സ്റ്റെബിലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ -∞ to ∞ മോഡുലസ് ഓഫ് HT dt വിച്ച് ഈസ് ഈക്വൽ അല്ല, ലെസ് ദാൻ ∞. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഓവറാൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -∞ മുതൽ +∞ വരെയുള്ള എല്ലാ ഇന്റഗ്രൽ വാല്യൂസും എടുത്ത് ടോട്ടലി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം എനിക്ക് കിട്ടുന്നത്, ഫിക്സഡ് വാല്യൂ ആയിട്ട് എനിക്ക് കിട്ടണം, ഇൻഫിനിറ്റി ഒരിക്കലും വരരുത്. അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേബിൾ സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വളരെയധികം കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഒരു ഹെഡ്ലൈൻ പാർട്ട് മാത്രമേ ഇതിനകത്ത് നമുക്ക് സിലബസ് ഡിഫൈൻ ചെയ്ത് പറയുന്നുള്ളൂ. പക്ഷെ നമ്മളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്താണെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുന്ന സമയത്താണെങ്കിലും അത് ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മളിതിന്റെ ഫുൾ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്സും ഏതെല്ലാം രീതിയിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാം എന്നുള്ളതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും കളക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും തിയറി സെഷനും ആയിട്ട് നമ്മൾ ഫുൾ നമ്മുടെ കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഒരു ടോപ്പിക്സും ഇതിനകത്ത് നിന്ന് വിട്ടുപോകുന്നതായിട്ട് യാതൊന്നും അതിനകത്തില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ കൂടെ നമുക്ക് ഇന്ന് ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇനി ഇതേപോലെ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ ആ ഒരു ഏരിയയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് കമ്പയർ ടു ഫസ്റ്റ് മോഡ്യൂളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വാസ്റ്റ് അല്ല. ഫസ്റ്റ് മോഡ്യൂൾ കുറച്ച് വാസ്റ്റ് ആണ്. നമുക്ക് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ, കൺവല്യൂഷൻ സം എന്ന് പറയുന്നതും കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്നതും ജസ്റ്റ് ഒരു ലൈനിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കാരണം നമുക്കത് സ്റ്റെപ്സ് കൂടുതൽ ഡിഫൈൻ ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അത്രയും ഒരു ലോങ് ടൈപ്പ് പ്രോബ്ലംസ് ഒന്നും മറ്റു മോഡ്യൂൾസുകളിൽ വരുന്നില്ല, അത്രത്തോളം വരുന്നില്ല. ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി
ഇത്രയും ഒരു ഫസ്റ്റ് മോഡ്യൂൾ ഡിഫൈൻ ചെയ്യുന്ന ടോപ്പിക്സ് അപേക്ഷിച്ച് ബാക്കി മോഡ്യൂൾസിലൊക്കെ ടോപ്പിക്സിന്റെ ലെങ്ത് വളരെ കുറവാണ്, സ്ട്രെങ്ത് വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നു, ഡിറ്റർമിൻ എനർജി ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2t u of t. ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എനർജി മെഷർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എനർജി മെഷർ ചെയ്യുക? ഇതിനെ ആദ്യം എനർജി ഓഫ് ദ സിഗ്നൽ കണ്ടുപിടിക്കാനാണ്, ഒരു സിഗ്നലിന്റെ എനർജി മെഷർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് വെരിഫൈ ചെയ്യാനല്ല ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് എനർജി കണ്ടുപിടിക്കുക, സിഗ്നലിന്റെ എനർജി കണ്ടുപിടിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഈ തന്നിരിക്കുന്ന സിഗ്നൽ എന്ത് സിഗ്നൽ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ത് സിഗ്നലാണ്? കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താ? എനർജി മെഷർ ചെയ്യാൻ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന് ഒരു സെപ്പറേറ്റ് സെറ്റ് ഫോർമുലയുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സിഗ്നൽസിന് സെപ്പറേറ്റ് സെറ്റ് ഫോർമുലയുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഏത് സിഗ്നലാണെന്ന് അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സോ എക്സ് ഓഫ് ടി എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ടൈമിന്റെ ഫംഗ്ഷനിലാണ് തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ഏത് സിഗ്നലാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് ഈ തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ. കാരണം എന്താണ്? ടിയുടെ ഫംഗ്ഷനിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ എനർജി മെഷർ ചെയ്യാനുള്ള ഫോർമുല നമ്മൾ എഴുതുകയാണ്. എന്താണ് ആ ഫോർമുല? ഇ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് ടി ടു പ്ലസ് ടി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാ ഈ ഫോർമുല. സോ ഇതിനകത്ത് നമ്മുടെ ഇക്വേഷൻ മീൻസ് എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് ടി ടു പ്ലസ് ടി മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് 2t u of t the whole square dt. ഓക്കെ അല്ലേ? യു ഓഫ് ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യു ഓഫ് ടി വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഏത് റേഞ്ചിലേക്ക് മാറും? 0 to t ആയി മാറും. കാരണം എന്താ? യു ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് യു ഓഫ് ടി ഈക്വൽ ടു 1 വെൻ എപ്പോഴാണ്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ടിയുടെ വാല്യൂ പോസിറ്റീവ് വരുന്ന സമയത്ത് മാത്രമേ എന്തിന്റെ വാല്യൂ ഉള്ളൂ? യു ഓഫ് ടിയുടെ വാല്യൂ ഡിഫൈൻ ചെയ്യപ്പെടുന്നുള്ളൂ. യു ഓഫ് ടിയുടെ വാല്യൂ 0 ആണ് എപ്പോ? ടി ലെസ് ദാൻ 0, നെഗറ്റീവ് റേഞ്ചില്, നെഗറ്റീവ് ലെവലിൽ, നെഗറ്റീവ് വാല്യൂ, ടിയുടെ വാല്യൂ നെഗറ്റീവ് വരുന്ന സമയത്ത് യു ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? ആ സമയം 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത് അല്ലെ? അതുകൊണ്ട് തന്നെ യു ഓഫ് ടി വന്നതുകൊണ്ട് ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഏത് തൊട്ട് ഏത് വരെയായി മാറും? 0 to t എന്ന രീതിയിലായി മാറും. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to t മൈനസ് ടി ടു ടി എന്ന് പറയുന്നത് എന്തായി മാറി? 0 to t ആയി മാറും. ദെൻ ഇ റൈസ് ടു മൈനസ് 2t സ്ക്വയർ. യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇ റൈസ് ടു മൈനസ് 2t സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? ഇ റൈസ് ടു മൈനസ് 4t dt. കറക്റ്റല്ലേ? ബാക്കി ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 4t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് 4t ഡിവൈഡഡ് ബൈ മൈനസ് 4. ലിമിറ്റ് എന്താ പറയുന്നത്? 0 to t. ഓക്കെ അല്ലേ? ദെൻ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് 1/4 അതിന് വെളിയിലെടുക്കാം. ബാക്കി വരുന്ന കാര്യങ്ങൾ എന്താ? അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ റൈസ് ടു മൈനസ് 4t മൈനസ് ഇ റൈസ് ടു 0. കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ടിയുടെ സ്ഥാനത്ത് 0 എടുത്തു. ഓക്കെ, ഫ്രണ്ടിൽ എന്തുണ്ട്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? നോ ദെൻ മൈനസ് 1/4. ഇനി വേറെ ഇടത്തും ഇല്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ടി എവിടെയുണ്ടോ അവിടെയെല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എവിടെയുണ്ടോ അവിടെയെല്ലാം എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇ റൈസ് ടു 0ക്ക് വാല്യൂ ഉണ്ട്. അതെന്താണ്? 1. ഏത് നമ്പർ റൈസ് ടു 0യും എന്താണ്? 1 ആണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ടിക്ക് ഇൻഫിനിറ്റി കൊടുത്തു. അതായത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0യുടെ വാല്യൂ എത്രയെന്ന് പറഞ്ഞത്? 1.
ഓക്കെ അല്ലേ? നൗ e⁻∞ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്, അതെന്താണ്? 0 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. e⁻∞ വാല്യൂ എന്താണ്? 0. e⁻⁴ വാല്യൂ എന്താണ്? 1. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അങ്ങനെ അറിഞ്ഞിരുന്നതിന് ശേഷം ബാക്കി വരുന്നത് -1/4, ബാക്കി വരുന്നത് എന്താ? 0 - 1. സോ മൈനസ് മൈനസ് ചേർന്ന് എന്തായി മാറും? പ്ലസ് ആയി മാറും. ആൻസർ ബിക്കംസ് 1/4. അതായത് എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയത്? 1/4. യൂണിറ്റ് വേണമെങ്കിൽ എഴുതാം. യൂണിറ്റ് എന്താണ്? എനർജി. എനർജിയുടെ നോർമൽ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ്. അതെന്താണ്? ജൂൾ. 1/4 ജൂൾ. ഓക്കെ, ആ രീതിയിൽ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എനർജി സിഗ്നലാണോ പവർ സിഗ്നലാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ജസ്റ്റ് എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? ഡിറ്റർമിൻ എനർജി ഓഫ് ദ സിഗ്നൽ. സിഗ്നലിന്റെ എന്ത് കണ്ടുപിടിക്കുക? എനർജി കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. സോ അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമുക്കൊരു 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് പ്ലോട്ട് ദ വേവ് ഫോം ഓഫ് ദ ഫോളോയിങ് സിഗ്നൽ. പ്ലോട്ട് ദ വേവ് ഫോം ഓഫ് ദ ഫോളോയിങ് സിഗ്നൽ. ഈ സിഗ്നൽ എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇത് എന്തിനെ ഡിഫൈൻ ചെയ്യാണ്? u(t+1) എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. u(t) എന്ന് പറയുന്ന സിഗ്നലിനെ ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു അത് പിന്നത്തെ കാര്യം. ഓക്കെ, അതേപോലെ തന്നെ u(t-1) അതും എന്താണ്? ടൈം ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? 2 × u(t), അതിനെ പറയുന്ന പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ് എന്നാ പറയുക. കാരണം u(t) എന്ന് പറയുന്ന സിഗ്നലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സിഗ്നലും സെപ്പറേറ്റ് വരയ്ക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. ഓരോ സിഗ്നലും സെപ്പറേറ്റ് വരയ്ക്കുക. എന്നിട്ട് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓരോ സിഗ്നലും സെപ്പറേറ്റ്ലി വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം u(t) വേണം. u(t) എന്താണ്? ദിസ് വൺ. u(t) ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ഇത് u(t). ദെൻ എന്താ വേണ്ടത്? u(t-1). u(t-1) എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സിഗ്നൽ എന്ത് ചെയ്യുക? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു യൂണിറ്റ് സിഗ്നലിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. സോ അങ്ങനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ഈ രീതിയിലായി മാറി. ഓക്കെ, ബാക്കിയെല്ലാം പഴയ കാര്യങ്ങളെല്ലാം പഴയത് തന്നെ. u(t-1). ഓക്കെ, ദെൻ പിന്നെ എന്താ പറയുന്നത്? വേണ്ടത് നമുക്ക് u(t-1) ആയി. പിന്നെ എന്തുണ്ട്? u(t+1) ഉണ്ട്. സോ ആ u(t+1) വരയ്ക്കുക. എങ്ങനെയാണ് u(t+1) വരുന്നത്? u(t) എന്ന് പറയുന്ന സിഗ്നലിനെ ഒരു യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഒരു യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ആ പോയിന്റ് ഇവിടെ വരും, -1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു. പക്ഷെ അത് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ല. നമുക്ക് എന്തുകൂടെ ഉണ്ട്? 2 × u(t) എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ u(t)യുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡിനെ വേണം ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ആംപ്ലിറ്റ്യൂഡിനെ, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1. അതിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 2 അല്ലേ കിട്ടുക. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 × u(t). എന്താ വരിക? സിഗ്നലിന്റെ ഡ്യൂറേഷൻ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല, കാരണം ടൈം ഷിഫ്റ്റിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല. ബാക്കി കാര്യങ്ങൾ എവിടെയാ മാറുന്നത്? ആംപ്ലിറ്റ്യൂഡ് മാത്രം 1ന്റെ സ്ഥാനത്ത് എന്തായി മാറും? 2 ആയി മാറും. ഓക്കെ അല്ലേ? നോ, ഇനി എന്താ പറയുന്നത്? എനിക്ക് വേണ്ട സിഗ്നൽസ് ഏതൊക്കെയാണ്? ദിസ് വൺ ആൻഡ് ദിസ് വൺ. എന്താ പറഞ്ഞിരിക്കുന്ന മീനിങ്? ഇത് u(t+1) ആണ്. u(t+1). ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? u(t+1) മൈനസ് ദിസ് അല്ലെ? ഈ സിഗ്നലിൽ നിന്ന് ഈ സിഗ്നൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? മിഡിലുള്ള സൈൻ എന്താണ്? മൈനസ് ആണ്. എന്നിട്ട് ആ കിട്ടിയ ആൻസർ, അതെനിക്കൊരു ആൻസർ കിട്ടുമല്ലോ സിഗ്നലിന്. ആ സിഗ്നലിനെ ഈ സിഗ്നലുമായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. u(t+1) ആഡ് ചെയ്യണം എന്നാ പറഞ്ഞു. നോക്കാം. ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതേ മൈനസ് ഇത്, ഈ സിഗ്നൽ മൈനസ് ഈ സിഗ്നൽ നോക്കാം.
യു ഓഫ് ടി പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി. ഇത് നമുക്ക് ആദ്യം വരച്ച് നോക്കാം. എങ്ങനെയാ അത് വരയ്ക്കും? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, -1 മുതൽ ഈ സിഗ്നലിന്റെ പ്രത്യേകത -1 മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സിഗ്നലിന് വാല്യൂ ഇല്ല. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കുമല്ലോ -1 എന്ന് പറയുന്നത്. -1 മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സിഗ്നലിനും വാല്യൂ ഇല്ല. അപ്പൊ ∞ മുതൽ -1 വരെ, ∞ മുതൽ -1 വരെ അതിന് എന്തില്ല? ഒരു വാല്യൂ ഇല്ല. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പൊ 0 മൈനസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 മൈനസ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡും 0. സോ 0 മൈനസ് 0 0. ദെൻ അടുത്ത് -1 മുതൽ 0 വരെ, -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അപ്പോ ഇതേ മൈനസ് ഇതെന്നാണ് എടുക്കേണ്ടത്. യു ഓഫ് ടി പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി എന്നാണ്. അപ്പോ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. സോ 1 മൈനസ് ഈ 0, 1 മൈനസ് 0 എന്താണ്? 1 അല്ലേ? അപ്പൊ -1 മുതൽ 0 വരെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1. കറക്റ്റ് അല്ലേ? -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ ഇത് 1 മൈനസ് ഈ 0. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 മൈനസ് 0 1 എന്ന് കിട്ടും. ശരി, ഇനി അടുത്ത് 0 മുതൽ അങ്ങോട്ടുള്ള കാര്യം നോക്കാം. 0 മുതൽ അങ്ങോട്ട് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1 അല്ലെ? അപ്പോ ഇതേ മൈനസ് ഇതാണ് എടുക്കേണ്ടത്. അപ്പോ 1 മൈനസ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. 1 മൈനസ് 2 എന്താണ്? 1 മൈനസ് 2 മൈനസ് 1 ആണ്. 1 മൈനസ് 2 മൈനസ് 1 ആണ്. അപ്പോ -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും അല്ലേ വരിക? ഇനി അങ്ങോട്ട് എവിടെ പോയാലും -1 തന്നെയാണ്. കാരണം എന്താ? പോസിറ്റീവ് സൈഡ് കംപ്ലീറ്റ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അതുപോലെ പോസിറ്റീവ് സൈഡ് കംപ്ലീറ്റ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണ് 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്തായി മാറിയത്? -1 ആയി മാറിയത്. ഓക്കെ, അപ്പോ എനിക്ക് എന്ത് കിട്ടി? ഈ രണ്ട് സിഗ്നലിന്റെയും സബ്ട്രാക്ട് ചെയ്ത് കിട്ടി. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഈ സിഗ്നലുമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം യു ഓഫ് ടി മൈനസ് 1 അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂടെ യു ഓഫ് ടി മൈനസ് 1 ആഡ് ചെയ്യുക. യു ഓഫ് ടി മൈനസ് 1 ഒന്നുകൂടെ വരയ്ക്കുകയാണ്. യു ഓഫ് ടി മൈനസ് 1, അതായത് ഇപ്പൊ ഇവിടെ നിന്നാണ് -∞ വരുന്നത്. -∞ മുതല് നമുക്ക് എന്താ വേണ്ടത്? ഇത് നമ്മൾ ആഡ് അല്ലേ ചെയ്യേണ്ടത്? ഈ സിഗ്നലും ഈ സിഗ്നലും തമ്മിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. പ്ലസ് അല്ലേ? യെസ്, പ്ലസ്. ഇവിടെ കോമൺ പോയിന്റ്സ് നമുക്ക് നോക്കാം. കോമൺ പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമുക്കിവിടെ -1 മുതൽ 0 വരെ, -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 1. -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അതിന്റെ കൂടെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കില്ലേ? -1 മുതൽ 0 വരെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 1ഉം ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പൊ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. സോ -1 മുതൽ 0 വരെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1. -1 മുതൽ 0 വരെ. ഇനി അടുത്ത 0 കഴിഞ്ഞതിന് ശേഷം, 0 കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് 0 മുതൽ 1 വരെ, 0 മുതൽ 1 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 മുതൽ 1 വരെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0 മുതൽ 1 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. 0 മുതൽ 1 വരെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. പക്ഷേ 0 മുതൽ 1 വരെ, 1 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. 0 മുതൽ 1 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. 0 മുതൽ 1 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് -1 ആണ്. 0 മുതൽ 1 വരെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പം -1 പ്ലസ് ഇവിടെ എത്രയാണ്? ഇവിടെ -1 പ്ലസ് ആ 0 എത്ര വരും? -1. 0 മുതൽ 1 വരെ -1. 0 മുതൽ 1 വരെ ആംപ്ലിറ്റ്യൂഡ് -1. അതായത് എന്താ ചെയ്തത്? -1 മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ഓക്കെ. -1 മുതൽ 0 വരെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അതും ഓക്കെ. രണ്ടും തമ്മിൽ ഞാൻ എന്താ ചെയ്തത്? ആഡ് ചെയ്തു. -1ഉം 0 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്?
1 ആണ് കിട്ടുന്നത് അല്ലെ. -1 ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0. 1 + 0 1 ആണ്. ദെൻ അടുത്ത 0 മുതൽ അങ്ങോട്ട് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. 0 മുതൽ റൈറ്റിലോട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 1 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് -1 ആണ്. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -1 കിട്ടും. ഇനിയുള്ള കാര്യമാണ് നോക്കേണ്ടത്. -1 മുതൽ അങ്ങോട്ട് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. -1 മുതൽ അങ്ങോട്ട് 1 മുതൽ അങ്ങോട്ട് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്, ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. 1 മുതൽ അങ്ങോട്ട് ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? -1 ആണ്. സോ അത് 1, ഇതെന്താണ്? -1. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 അല്ലേ കിട്ടുക. അതായത് പിന്നീട് അങ്ങോട്ട് എവിടെ പോയാലും എനിക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ എനിക്ക് സിഗ്നൽ എന്താണ്? ഇതാണ് എന്റെ സിഗ്നൽ. ഓക്കെ അല്ലേ? ഇത് ഓരോരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്താലേ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആകും, തെറ്റാൻ സാധ്യതയുണ്ട്, ആൻസർ കറക്റ്റായി കിട്ടിയെന്ന് വരില്ല. ഓരോ പാർട്ട് ബൈ പാർട്ട് ഞാൻ എന്താ ചെയ്തത്? ഓരോ സിഗ്നലും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചെയ്തത്. എല്ലാ സിഗ്നൽ വരയ്ക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ് ആക്സിസ് മസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കണം. എക്സ് ആക്സിൽ എന്താണ്? ടി. വൈ ആക്സിൽ എന്താണ്? യു ഓഫ് ടി എങ്കിൽ യു ഓഫ് ടി, -1 എങ്കിൽ -1 അത് റെപ്രസെന്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ 0 പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഏത് സിഗ്നലാണെങ്കിലും 0 പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കണം, ഒറിജിൻ എവിടെയാണെന്ന് കാണിച്ചിരിക്കണം. ഓക്കെ, എക്സ് ആക്സിസ് വൈ ആക്സിസ് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം, പിന്നെ 0 പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്ത് പോയിട്ടാണ് പിന്നീട് എന്ത് ചെയ്തു? ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ആദ്യത്തെ 2 സിഗ്നൽ നമ്മൾ ആഡ് ചെയ്തു, ആദ്യത്തേത് മൈനസ് രണ്ടാമത്തത് സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. ആ കിട്ടിയ റിസൾട്ടിന്റെ കൂടെ വേണം മൂന്നാമത്തെ സിഗ്നൽ ആഡ് ചെയ്യാൻ. അങ്ങനെയാണ് ഓരോ പോർഷൻ ബൈ പോർഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ശരിയല്ലേ? സോ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് എന്ത് വന്നത്? ഈ രീതിയിൽ അതിന്റെ ആൻസർ വന്നത്. കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുമായിരിക്കും, ബട്ട് പോർഷൻ ബൈ പോർഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, നമുക്കത് കറക്റ്റ് ആൻസർ കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് പെർഫോം ലീനിയർ കൺവല്യൂഷൻ ഓഫ് x1 of n 2 2 2 2 2 4 2, അതുപോലെ x2 of n equal to 1 1 1 4 1. ഓക്കെ, ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ലീനിയർ കൺവല്യൂഷൻ. ഇതിന് പറയുന്ന വേറൊരു പേര് എന്തായിരുന്നു? കൺവല്യൂഷൻ സം. ഇത് 2 കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. കൺവല്യൂഷൻ സം എന്ന് പറയുന്നത് തന്നെയാണ് ലീനിയർ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കൺവല്യൂഷൻ സം കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കൺവല്യൂഷൻ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബേസിക്കലി അതിന്റെ ഫോർമുല നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു അതിന്റെ ഫോർമുല? ഫോർമുല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ x1 of n കൺവല്യൂഷൻ x2 of n എന്തായിരുന്നു? ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x1 of k x2 of n minus k. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കംപ്ലീറ്റ് അതിന്റെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് എന്റെ ബേസിക് ഫോർമുല. അതിന് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലീനിയർ കൺവെൻഷൻ കണ്ടുപിടിക്കാൻ ബേസിക്കലി നമുക്ക് 3 മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡ്, ഒരു മെട്രിക്സ് മെത്തേഡ് നമ്മൾ പറയും. ഓക്കെ, അത് യൂസ് ചെയ്യാം. ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് ഫോർമുല മെത്തേഡ്? ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഫോർമുലയ്ക്ക് അനുസരിച്ചുള്ള അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം, അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫ് വരച്ച് നമ്മൾ അതിന്റെ ഡിസ്ക്രീറ്റ് പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് മൾട്ടിപ്പിൾ, ഇതെല്ലാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓരോ മെത്തേഡ് ബൈ മെത്തേഡ് നമ്മൾ സെപ്പറേറ്റ് ഓരോ സെഷൻ ബൈ സെഷൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ ഇങ്ങനെ 3 മെത്തേഡ് വഴി നമുക്ക് സോൾവ് ചെയ്യാം. ഈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി അത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം മാത്രമാണ്. അല്ലാണ്ട് നമുക്കതൊരു നോർമൽ മെത്തേഡായിട്ട് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത മെത്തേഡുമാണ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു വെരിഫൈ ചെയ്ത് നോക്കാം, ഇതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം.
ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യേണ്ട രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോർമുല മെത്തേഡും മറ്റൊന്ന് ഗ്രാഫിക്കൽ മെത്തേഡും. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാവൂ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നൊന്നും സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടില്ല. കൺവെൻഷൻ കണ്ടുപിടിക്കുക, അത്രേ നമുക്ക് പറയുന്നുള്ളൂ. ലീനിയർ കൺവെൻഷൻ കണ്ടുപിടിക്കുക. ചില ക്വസ്റ്റ്യൻസിൽ സ്പെസിഫൈ ചെയ്ത് മെത്തേഡ് പറയും. നമ്മൾ അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യനിൽ മാത്രം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ മെത്തേഡിന്റെ ആവശ്യമില്ല. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള, നമ്മൾ ഫോർമുല മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ലെങ്തിയാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ അത്രയും ലെങ്തി അല്ലാത്ത ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാനായിട്ട് എന്ത് വേണം? x1 ഓഫ് k എനിക്ക് വേണം. x1 ഓഫ് n തന്നെയാണ് എനിക്ക് x1 ഓഫ് k യും ആവുന്നത്. ഓക്കെ, എങ്ങനെയാണ് x1 ഓഫ് k വരുന്നത്? 0 1 2 3, 0 മുതൽ 3 വരെ. 0 മുതൽ 0, പൊസിഷൻ 0 1 2 3, 4 പൊസിഷൻസ്, 4 എലമെന്റ്സ്. അതിനകത്ത് 0 മുതൽ 3 വരെയാണ് പൊസിഷൻസ് വരുന്നത്. ഇപ്പൊ 0 എന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 2 ആണ്. 2. 1 എന്താണ്? അതും 2. 2 എന്താണ്? അതും 2. 3 എന്താണ്? അതും. ഓക്കെ, ഇതാണ് എന്റെ x1 ഓഫ് k. ഇനി എനിക്ക് എന്താ വേണ്ടത്? x2 ഓഫ് k. x2 ഓഫ് n ആണിത്. x2 ഓഫ് k എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? നൗ x2 ഓഫ് k വരയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 0 1 2 3. അതിലും പൊസിഷൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1 1 1 1. എല്ലാ ആംപ്ലിറ്റ്യൂഡ്സും 1 തന്നെയാണ് അല്ലെ? ഇതെന്റെ x1 ഓഫ് k ആണ്. ഇതെന്റെ എന്താണ്? x2 ഓഫ് k ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, y ഓഫ് n എന്ന് പറയുന്ന ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ലീനിയർ കൺവെൻഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? y ഓഫ് n എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ y ഓഫ് n എന്ന് പറയുന്ന സീക്വൻസ്, അതൊരു സീക്വൻസ് ആയിരിക്കുമല്ലോ. x ഓഫ് n ഉം x1 ഓഫ് n ഉം x2 ഓഫ് n ഉം പോലെ ഒരു സീക്വൻസ് ആണ് y ഓഫ് n എന്ന് പറയുന്നത്. ആ സീക്വൻസിന്റെ ലെങ്ത് എന്തായിരിക്കും? ആ സീക്വൻസിന്റെ ലെങ്ത് എന്തായിരിക്കും? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഔട്ട്പുട്ട് സീക്വൻസ്, രണ്ട് സീക്വൻസ് എൻ്റെ കയ്യിലുണ്ട്, n1 എന്നും n2 എന്നും. രണ്ട് സീക്വൻസിന്റെ ലെങ്ത് എൻ്റെ കയ്യിലുണ്ട്. x1 ഓഫ് n എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ ലെങ്ത് സപ്പോസ് അതിന്റെ ലെങ്ത് n1 എന്നും x2 ഓഫ് n എന്ന് പറയുന്ന ലെങ്ത്, സീക്വൻസിന്റെ ലെങ്ത് n2 ആണെങ്കിൽ, x1 ഓഫ് n എന്ന് പറയുന്ന സീക്വൻസിൽ ലെങ്ത് n1 ഉം x2 ഓഫ് n എന്ന് പറയുന്ന സീക്വൻസിൽ ലെങ്ത് n2 ആണെങ്കിൽ ഔട്ട്പുട്ട് സീക്വൻസ് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ, y ഓഫ് n. ആ ഔട്ട്പുട്ട് സീക്വൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് n1 പ്ലസ് n2 മൈനസ് 1 എന്നായിരിക്കും. ഇത് നമ്മൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നമ്മൾ ബേസിക്കലി നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, n1 പ്ലസ് n2 മൈനസ് 1. ഓക്കെ, അപ്പോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോ സീക്വൻസിന്റെ ലെങ്ത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് രണ്ട് സീക്വൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ രണ്ട് സീക്വൻസിന്റെ ആദ്യ സീക്വൻസിന്റെ ലെങ്ത് എത്രയാണ്? 4. x1 ഓഫ് n ലെങ്ത് 4 ആണ്. x2 ഓഫ് n ലെങ്തും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. സോ ഔട്ട്പുട്ട് സീക്വൻസിന്റെ ലെങ്ത് എത്രയായിരിക്കും? 4 പ്ലസ് 4 മൈനസ് 1. അതായത് എത്രയാ വരിക? 7. കറക്റ്റ് അല്ലേ? 7 അല്ലേ വരിക? അപ്പൊ 7 ആണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫോർമുല എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത് എഴുതിയിട്ടുണ്ട്. y ഓഫ് n ഈക്വൽ ടു this one. ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? x1 ഓഫ് k ചേഞ്ച് ചെയ്യുന്നത്. x1 ഓഫ് k യുടെ ലിമിറ്റ് ആണ് k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. സമ്മേഷൻ എഴുതേണ്ടത്. k ഏത് മുതൽ ഏത് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 1 2 3. അങ്ങനെയാണ് k പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 0 1 2 3. അപ്പോ സിഗ്മ y ഓഫ് n ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് n ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 to 3 അല്ലെ? k ഈക്വൽ ടു 0 to 3. x1 ഓഫ് k, x2 ഓഫ് n മൈനസ് k. x1 ഓഫ് k, x2 ഓഫ് n മൈനസ് k. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം എന്ത് ചെയ്യുക? kക്ക് ഞാൻ 0 കൊടുക്കുകയാണ്. സോറി, n-ന് ഞാൻ 0 കൊടുക്കുകയാണ്. kക്കല്ല, n-ന് ഞാൻ ആദ്യം 0 കൊടുക്കുക. പുട്ട് n ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക?
n 0 കൊടുക്കുന്ന സമയത്ത് y of 0 ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 to 3 x1 of k. കറക്റ്റ് അല്ലേ? x1 of k. n ന് ഞാൻ 0 കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോ x2 of 0 minus k. എന്താ ഈ 0 minus k? 0 minus k എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മൈനസ് k. അതായത് x2 of മൈനസ് k. ഓക്കെ അല്ലേ? അപ്പോ എന്റെ എന്തുണ്ട്? x2 of k ഉണ്ട്. എനിക്ക് എന്ത് വേണോ ഇനി? x2 of മൈനസ് k വേണം. എന്താണ് ഈ മൈനസ് k കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിവേഴ്സൽ. എന്ത് റിവേഴ്സൽ? ടൈം റിവേഴ്സൽ. ടൈം റിവേഴ്സൽ എങ്ങനെയാ എടുക്കുക? നമ്മുടെ എക്സ് ആക്സിനനുസരിച്ച് സിഗ്നലിന് എന്ത് ചെയ്യുക? ഫ്ലിപ്പ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഏതാണ്? നമ്മുടെ സീറോ ലൊക്കേഷനിൽ. വിത്ത് റെസ്പെക്ട് ടു സീറോ ലൊക്കേഷൻ എന്ന് വെച്ചാൽ സീറോയിലുള്ള വാല്യൂ, സീറോ പൊസിഷനിലുള്ള വാല്യൂ അതേ ലൊക്കേഷനിൽ തന്നെ വരും. അതേപോലെ 1ലുള്ള പൊസിഷൻ എവിടെ വരും? -1 വരും. 2ലുള്ളത് എവിടെ വരും? -2. 3ലുള്ളത് എവിടെ വരും? -3. അതായത് സീറോയിലെ ആംപ്ലിറ്റ്യൂഡിന് മാറ്റം ഉണ്ടോ? ഇല്ല. ടൈം ഡ്യൂറേഷൻ ആണ് മാറ്റം വരുന്നത്. എല്ലാത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 തന്നെയാണ്. അപ്പൊ ഇതാണ് എന്ത്? x2 of മൈനസ് k. കറക്റ്റല്ലേ? x2 of മൈനസ് k. x1 of k ഇതാണ്, x2 of മൈനസ് k അതാണ്. എന്നിട്ട് ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് y of 0 എന്ന് പറയുന്നത്. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? സിഗ്നലിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് സെയിം ലൊക്കേഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ്സിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം ലൊക്കേഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ്സിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കാം, സെയിം ലൊക്കേഷൻ എവിടെയാ ഉള്ളത്? 1, 2, 3 ആണ് ഇവിടെ. അവിടെ ഒരിടത്ത് 1, 2, 3 ഇല്ല, എല്ലാം നെഗറ്റീവ് ഡ്യൂറേഷൻ. അപ്പോൾ 1ഉം 2ഉം 3ഉം എന്തല്ല? കോമൺ പോയിന്റ് അല്ല. പിന്നെ ഏത് പോയിന്റ് മാത്രമേ കോമൺ ഉള്ളൂ? സീറോയിൽ മാത്രം. സീറോയിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2. ഇവിടെ സീറോയിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1. സോ 2 into 1 ആംപ്ലിറ്റ്യൂഡ്സിനെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 into 1. എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് ഇതേപോലെ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 1 വരും, n ഇവിടെ എന്താണ്? 1 ആണ്. സോ സിഗ്മ y of 1 equal to sigma k equal to 0 to 3 x1 of k. എന്താ? x1 of k. n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കാനാണ് പറഞ്ഞ. സോ x2 of 1 minus k. x2 of 1 minus k. അതായത് n minus k എന്ന് പറയുന്നത് 1 minus k. ഓക്കെ. ഇപ്പൊ x1 of k എന്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടത്? x2 of 1 minus k എനിക്ക് വേണം. അതിനെന്താ ചെയ്യുക? x2 of minus k എന്റെ കയ്യിലുണ്ട്. x2 of minus k ഇതാണ്. അപ്പൊ x2 of 1 minus k എന്ന് പറയുന്നത് വരയ്ക്കാം. ആദ്യം x1 of k വരയ്ക്കാം. ഇവിടെ 0, 1, 2, 3 എല്ലായിടത്തും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 2 ആണ്. ഇത് x1 of k. ഇനി x2 of n minus k അല്ലെങ്കിൽ 1 minus k. x2 of 1 minus k എന്ന് പറയുന്നത് x2 of 1 minus k എന്ന് പറയുന്നതും ഞാൻ അതിനെ വേറൊരു രീതിയിൽ എഴുതുകയാണ്. x2 of minus k plus 1 എന്ന് പറയുന്നതും x2 of 1 minus k എന്ന് പറയുന്നതും x2 of minus k plus 1 എന്ന് പറയുന്നതും എന്താണ്? സെയിം കാര്യം തന്നെയല്ലോ. ഒരേ കാര്യമല്ലേ? ഒരേ സിഗ്നൽ തന്നെയാണ്. സോ x2 of minus k എന്റെ കയ്യിലുണ്ട്. ദിസ് വൺ. ഇതിനെ എന്ത് ചെയ്യണം? +1. x2 of minus k plus 1. അതായത് ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ടുവേർഡ്സ് റൈറ്റ്. കാരണം റിവേഴ്സൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം +1 എന്ന് പറയുമ്പോൾ എന്താണ്? ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. സോ എന്തായി സംഭവിക്കും നോക്കാം. -2, -1, 0, 1. -2, -1, -3 നിന്നാണ്. എല്ലായിടത്തും ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 1. ഓക്കെ, 1. ഓക്കെ അല്ലേ? ഇതിനെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ലൊക്കേഷൻ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. x1 of k എല്ലാത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. ഇതിനെന്താ സംഭവിക്കുക? 0യിലും 1ലുമാണ് സെയിം ലൊക്കേഷൻ ഉള്ളത്. ബാക്കി ഒരിടത്തും സെയിം ലൊക്കേഷൻ ഇല്ല. അപ്പൊ 0യിലുള്ള ആംപ്ലിറ്റ്യൂഡ്, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 2, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1. 2 into 1 പ്ലസ് വീണ്ടും എന്ത് തന്നെയാണ്? 2 into 1 തന്നെയാണ്. അപ്പൊ എത്ര വരും? 4. ഓക്കെ അല്ലേ? ദെൻ ഇതേപോലെ തന്നെ n-ന് 2 കൊടുക്കുക. n 2 കൊടുക്കുമ്പോൾ
y of 2 എന്ന് പറയുന്നത് സിഗ്മ k ഈക്വൽ ടു 0 to 3 x1 of k x2 of 2 minus k. ഈ 2 മൈനസ് കെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ പ്ലസ് 2 ആണ്. ഇതെന്താ വരച്ചിരിക്കുന്നത്? x2 of 1 മൈനസ് കെ. അപ്പൊ 2 മൈനസ് കെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? x2 of 1 മൈനസ് കെ 2 മൈനസ് കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യാൻ മതി? അതായത് മൈനസ് കെ പ്ലസ് 1 വീണ്ടും ഒരു പ്ലസ് 1 എടുത്താൽ പോരെ? അതായത് എന്ത് എഴുതാം? x2 of മൈനസ് കെ പ്ലസ് 1 അത് ആൾറെഡി എൻ്റെ ഉണ്ട്. വീണ്ടും ഒരു പ്ലസ് 1 അപ്പൊ എന്തായി മാറും? മൈനസ് കെ പ്ലസ് 2 ആയില്ലേ അല്ലേ? ഇപ്പോ അതേ കാര്യം, അതായത് x2 of മൈനസ് കെ പ്ലസ് 1 വരച്ചു വെച്ചിരിക്കുന്നു. അതിനെ എന്ത് ചെയ്താൽ മതി? ഇനി ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 1 0 മൈനസ് 1. അതായത് രണ്ടിലെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ഇതും 1 ഇതും 1 ഇതും 1. എല്ലാത്തിന്റെയും ആംപ്ലിറ്റ്യൂഡ് 1. ഇതാണ് എന്ത്? x2 of 2 മൈനസ് കെ. ഓക്കെ അല്ലേ? നൗ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. 0 1 അവിടെ 2 into 1 പ്ലസ് പിന്നെ 1 1 ആണ്, 1 അവിടെ 2 ആണ്. സോ 2 into 1 പ്ലസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 അവിടെ ഇൻറ്റു 2 ഇവിടെ 1. സോ 2 into 1 2 2 എത്ര? 6. ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്ത് ചെയ്യുക? 3ലേക്ക് പോവുക. n ഈക്വൽ ടു 3. അതായത് y of 3 ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 0 to 3 x1 of k x2 of 3 minus k. x1 of k x2 of 3 minus k. എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒരു യൂണിറ്റ് കൂടെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. നോക്കാം എന്താ വരുന്നതെന്ന്. 0 1 2 3 മൈനസ് 1 0 പോകും. 1 1 1 1. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാ? വീണ്ടും പഴയതുപോലെ മൾട്ടിപ്ലൈ 0 1 2 3 എല്ലായിടത്തും അതേ ലൊക്കേഷനിൽ തന്നെയുണ്ട്. സോ എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 into 1 പ്ലസ് 2 into 1 പ്ലസ് 2 into 1 പ്ലസ് 2 into 1. 4 ലൊക്കേഷൻ വരുമല്ലോ. അവിടെയും അതായത് 4 ലൊക്കേഷൻ ഉണ്ട്. അതേ ലൊക്കേഷൻ ഇവിടെയും ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 8. ഇത് എത്രയായിരുന്നു? y of 3 അല്ലെ? നമുക്ക് എവിടം വരെ ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് സീക്വൻസിന്റെ ലെങ്ത് എത്രയായിരിക്കണം? n1 പ്ലസ് n2 മൈനസ് 1. അതായത് രണ്ടിന്റെയും ലെങ്ത് 4 ആണ്. 4 പ്ലസ് 4 മൈനസ് 1 എത്രയാണത്? 7 അല്ലേ? 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് ഏതുവരെ പോകേണ്ടി വരും? 6 വരെ പോകേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് 7 ലെങ്ത് കിട്ടുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? n-ന് 4. അപ്പോൾ y of 4 എന്ന് പറഞ്ഞാൽ സിഗ്മ k ഈക്വൽ ടു 0 to 3 x1 of k x2 of 4 minus k. ഓൾറെഡി 3 മൈനസ് കെ ആണ്. ഇതിനെ എന്ത് ചെയ്യുക? വീണ്ടും ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത് x2 of 3 മൈനസ് കെ. ഇനി അടുത്ത് 4 മൈനസ് കെ കണ്ടുപിടിക്കണം. x2 of 4 മൈനസ് കെ. എന്താ ചെയ്യുക? ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. 1 2 3 4. അതെന്താ പറയുന്നത്? ഓരോരോ ലൊക്കേഷൻ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. 0-ലുള്ളത് 1 വരും, 1-ലുള്ളത് 2 വരും, 2-ലുള്ളത് 3 വരും, 3-ലുള്ളത് എവിടെ പോകും? 4-ലേക്ക് പോകും. 1 1 1 1. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 2 3 ഇവിടെയും 1 2 3 ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ എന്താണ്? 1 2 3 ലൊക്കേഷൻ കോമൺ വാല്യൂ ആണ്. എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ മതി. സോ 2 into 1 2 into 1 2 into 1 എത്ര വരും? 6. ഓക്കെ. ഇനി ഇതേപോലെ y of 5 എടുക്കുന്ന സമയത്ത് സിഗ്മ k ഈക്വൽ ടു 0 to 3 x1 of k x2 of 5 മൈനസ് k. ഇതെന്താണ്? 4 മൈനസ് k. ഒരു യൂണിറ്റ് എന്ത് ചെയ്യുക? വീണ്ടും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോ 5 4 3 2
1 1 1 1. ഓക്കെ, ഇത് x2 of 5 minus k. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി ഇതേപോലെ തന്നെ x1 of k, ഇതാണ് എന്റെ x1 of k. കോമൺ ലൊക്കേഷൻ 0 1 2 3 ആണ് അവിടെ ഉള്ളത്. ഇവിടെ 2 3 4 5 ആണ്. അപ്പൊ രണ്ടിനും വരുന്ന കോമൺ ലൊക്കേഷൻ ഏതൊക്കെയാണ്? 2ഉം 3ഉം. സോ 2 തവണയാണ്, അതായത് 1 × 2 പ്ലസ് വീണ്ടും 1 × 2 എത്ര വരും? 4. ഇനി അടുത്തത് ചെയ്യുക 6 മൈനസ് y of 6. y of 6 അത് എത്രയാണ്? സിഗ്മ k equal to 0 to 3 x1 of k x2 of 6 minus k. 5 minus k ആയി കഴിഞ്ഞു. ഇനി എന്ത് വേണം? 6 minus k, അതായത് x2 of 6 minus k. എന്ത് ചെയ്യുക? 2 3 എല്ലാ ലൊക്കേഷനും ഒരെണ്ണം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. 6 5 4 3 എല്ലായിടത്തും ആംപ്ലിറ്റ്യൂഡ് 1 തന്നെയാണ്. 1 1 1 1. കോമൺ ലൊക്കേഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ, 3ൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ 3ൽ 2 ആണ്, ഇവിടെയും 3ൽ എത്രയാണ്? 1 ആണ്. സോ 3 ഇവിടെ 2 × 1, അതായത് 2 × 1 ആൻസർ എന്ത് കിട്ടും? സോറി 2 എന്ന് കിട്ടും. മൊത്തത്തിൽ y of n എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും സെറ്റിനകത്ത് അറേഞ്ച് ചെയ്യുക. 0ൽ വന്നപ്പോ 2 4 6 പിന്നെ എത്രയാ? 8 6 4 2 അല്ലെ? അതായത് 2 4 6 8 6 4 2 1 2 3 4 5 6 7 ഔട്ട് സീക്വൻസ്. ഈ രീതിയിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഗ്രാഫിക്കൽ മെത്തേഡ് വഴി നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഫോർമുല വെച്ച് ചെയ്താലും നമുക്ക് കിട്ടും, കുറേ കാൽക്കുലേഷൻസ് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. ഗ്രാഫ് ആകുമ്പോൾ കുഴപ്പമില്ല, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോ യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോയാൽ മതി. x1 of k എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിർത്തുക. x2 of k ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം x2 of -k കാണുക, പിന്നീട് വേണം -k+1 -k+2 -k+3 ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത്. കിട്ടി. നമ്മൾ പറഞ്ഞ വേറെയും ഒരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് റഫായിട്ട് നോക്കാം എന്താണ് ആ മെത്തേഡ് എന്ന്. അതായത് നമ്മൾ മെട്രിക്സ് മെത്തേഡാണ്, അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ രണ്ട് സീക്വൻസ്, ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 2 2 2 2 ആണ്, മറ്റേ സീക്വൻസ് 1 1 1 1 ആണ്. തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2 1 × 2 2 1 × 2 2 2. അതേപോലെ ഇതിനെ ഇതുമായിട്ട് 2 എല്ലാം 2 തന്നെ കിട്ടും. മൾട്ടിപ്ലൈ സെയിം ലൊക്കേഷൻ 2 2 2 2 2 2 2 2. എന്നിട്ട് ഡയഗണലി ആഡ് ചെയ്യുക. 2 ആദ്യത്തെ എലമെന്റ് 2 ആണ്, 2 മാത്രമേ ഉള്ളൂ. അടുത്ത എത്രയാണ്? 2 + 2. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് വേണം ചെയ്യാൻ. 2 + 2 4 2 2 2 6 2 2 2 2 8 2 2 2 6 വീണ്ടും 2 2 4 പിന്നെ ബാക്കി 2. സോ നമുക്ക് ഇവിടെ കിട്ടുന്നതും അവിടെ കിട്ടുന്നതുമായ ആൻസർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സെയിം തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ആക്ച്വലി ഈ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് മാർക്ക് കിട്ടാനായിട്ട് നമുക്ക് ഈ മെത്തേഡ് പറ്റില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ടല്ലോ, ആ 2 മെത്തേഡ്സും വെച്ച് വേണം, രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് വേണം നമുക്ക് സോൾവ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടെസ്റ്റ് വെദർ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോട്ട്. ഈ തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഇഫ് പീരിയോഡിക്, ഡിറ്റർമിൻ ഇറ്റ്സ് ഫണ്ടമെന്റൽ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഈ സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുക. ഇനി പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സിഗ്നൽ എന്താണെന്ന് നോക്കുക. 3 cos 5t + π/6. ഓക്കെ, ആദ്യം പീരിയോഡിക് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ ടൈം പീരീഡ് കാണും. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2π / ω എന്നാണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2π / ω എന്നാണ്. സോ ഇതിനകത്ത് 2π / ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π / ω. എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സിഗ്നലിന്റെ ടിയുടെ കോഎഫിഷ്യന്റ്, സ്മോൾ ടിയുടെ കോഎഫിഷ്യന്റ് ആണ് ഒമേഗ.
പഠിച്ചിട്ടുള്ളതാ. സ്മോൾ ടിയുടെ കോഎഫിഷ്യന്റ് അത് എത്രയാണ്? 5 ആണ്. സോ 2π ഡിവൈഡഡ് ബൈ 5. സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. 2ഉം 5ഉം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ കിട്ടിയ നമ്പർ നമ്മൾ പിന്നെ ഇനി എന്താ ചെയ്യുന്നത്? പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ കിട്ടിയ നമ്പർ ഒരു റേഷണൽ നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഈ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കും. ഈ കിട്ടിയ നമ്പർ റേഷണൽ നമ്പർ ആണോ? അല്ല, ഇറേഷണൽ നമ്പർ ആണ്. എപ്പോഴാണ് ഇറേഷണൽ നമ്പർ ആയി മാറുന്നത്? ഈ പൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറേഷൻ ആണ്. പൈ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറേഷണൽ നമ്പറാണ്. ഇപ്പൊ 2π ഡിവൈഡഡ് ബൈ 5 എന്നാണ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയത്. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്? ഇതൊരു ഇറേഷണൽ നമ്പറാണ് കിട്ടിയത്, റേഷണൽ നമ്പർ അല്ല കിട്ടിയത്. അപ്പൊ ഇറേഷണൽ നമ്പർ കിട്ടിയത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഇറേഷണൽ നമ്പർ. അതിന്റെ ടൈം പീരീഡ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇറേഷണൽ നമ്പർ ആണെങ്കിൽ അതെന്ത് സിഗ്നൽ ആണെന്ന് പറയേണ്ടി വരും? ഇറ്റ് ഈസ് ആൻ അപീരിയോഡിക് സിഗ്നൽ. എ പീരിയോഡിക് അഥവാ നോൺ പീരിയോഡിക് സിഗ്നൽ. അപീരിയോഡിക് സിഗ്നൽ. പീരിയോഡിക് ആണെങ്കിലാണ് അതിന്റെ ഫണ്ടമെന്റൽ പീരീഡും ഫ്രീക്വൻസിയും ഒക്കെ കാണാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇത് പീരിയോഡിക് ആണെന്ന് വിചാരിക്കുക. ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ ഒരു ടൈം പീരീഡ് നമുക്ക് മെഷർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ t ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടിയത് 2/5 എന്ന് വിചാരിക്കുക. അതെന്താണ്? റേഷണൽ നമ്പർ ആണ്. റേഷണൽ നമ്പർ ആണല്ലോ, അത് തന്നെയാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ചോദിക്കുന്നു. ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1/t ആണെന്ന് നമുക്കറിയാം. അതായത് ടൈം വാല്യൂവിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റെസിപ്രോക്കൽ മെഷർ ചെയ്താൽ മതി, തിരിച്ചിട്ടാൽ മതി, അത്രേ ഉള്ളൂ അല്ലെ? അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ടൈം പീരീഡ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 2π/ω. അതെനിക്ക് കിട്ടുന്നത് ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ സിഗ്നൽ പീരിയോഡിക് ആണ്. ശരി, റേഷണൽ നമ്പർ അല്ല എങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്? റേഷണൽ നമ്പർ അല്ല, അതുകൊണ്ട് തന്നെ അതെന്താണ്? നോൺ പീരിയോഡിക് ആണ്. ഇനി ആ സപ്പോസ് അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് മെഷർ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ടി തന്നെയാണ്. ടിയുടെ നമ്മൾ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു കിട്ടിയ വാല്യൂ അത് തന്നെയാണ് അതിന്റെ എന്താ? ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? f is equal to എന്താണ്? 1/t ആണ്. അത് എന്ത് ചെയ്താൽ മതി? ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് അതിന്റെ ആൻസർ ചെയ്യേണ്ടി വരിക. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് ഡിസ്ക്രീറ്റ് ടൈം കൺവല്യൂഷൻ സം. പേര് തന്നെ ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം കൺവല്യൂഷൻ സം. കൺവല്യൂഷൻ സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വിത്ത് റിക്വയർഡ് പ്ലോട്ട്സ് ഫോർ ദ ഫോളോയിങ് സിഗ്നൽ y of n equal to എന്താണ് പറയുന്നത്? y of n equal to 3 raised to n u of minus n. മൈനസ് അവിടെ ഉണ്ട്. -n + 3. u of -n + 3 കൺവല്യൂഷൻ എന്താ പറയുന്നത്? u of n - 2. അപ്പൊ ഇതിൽ ഒരെണ്ണം y of n equal to എങ്ങനെ കണ്ടുപിടിക്കുന്ന കൺവല്യൂഷൻ സം എന്ന് പറയുന്നത്? x of n കൺവല്യൂഷൻ h of n. x of n കൺവല്യൂഷൻ h of n നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? y of n എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഏത് വേണമെങ്കിലും എടുക്കാം. തിരിച്ച് നമുക്കിപ്പോ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1+2 എന്ന് പറയുന്നതും 2+1 എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. x of n കൺവല്യൂഷൻ h of n എന്ന് പറഞ്ഞാലും h of n കൺവല്യൂഷൻ x of n എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ 3 raised to n u of -n + 3 കൺവല്യൂഷൻ u of n - 2. ഇതിനെ ഞാൻ x of n എന്ന് എടുത്തു, ഇതിനെ ഞാൻ h of n എന്ന് എടുത്തു. അപ്പൊ കൺവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താ? x of n കൺവല്യൂഷൻ h of n ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x of k h of n - k. x of k h of n - k. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x of k. x of n ആണിത്. അപ്പൊ n നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്താൽ മതി? k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് 3 raised to k, n ന്റെ സ്ഥാനത്ത് k, u of -k + 3, u of -k + 3 into h of n - k. h of n ആണിത്, അതിന്റെ കൂടെ -k കൊടുത്താൽ മതി. അതായത് u of n - 2 - k, u of n - 2 - k. ഓക്കെ,
അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് ഇവിടുത്തെ വേരിയബിൾ എന്താണ്? കെ ആണ്. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് സിഗ്നലിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് സിഗ്നലിന്റെയും മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? യു ഓഫ് മൈനസ് കെ പ്ലസ് 3, യു ഓഫ് മൈനസ് കെ പ്ലസ് 3. അതുപോലെ യു ഓഫ് എൻ മൈനസ് 2 മൈനസ് കെ. ഇവിടുത്തെ നമുക്ക് വേരിയബിൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്? എൻ അല്ല നമ്മുടെ വേരിയബിൾ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ അല്ല ഇവിടെ വേരിയബിൾ, കെ ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പൊ കെയെ വിത്ത് റെസ്പെക്ട് വേണം നമ്മൾ സിഗ്നൽ വരയ്ക്കാൻ. വിത്ത് റെസ്പെക്ട് ടു കെക്ക് അനുസരിച്ച് വേണം നമ്മുടെ സിഗ്നൽ വരാൻ. ഓക്കെ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു കെക്ക് അനുസരിച്ച് വേണം നമ്മുടെ സിഗ്നൽ വരേണ്ടത്. അതായത് എങ്ങനെയാണ് യു ഓഫ് മൈനസ് കെ പ്ലസ് 3 വരിക? മൈനസ് കെ എന്ന് പറയുമ്പോൾ യു ഓഫ് കെ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? പോസിറ്റീവ് സൈഡ് ആയിരിക്കും കംപ്ലീറ്റ് വരുന്നത്. ഇപ്പൊ യു ഓഫ് മൈനസ് കെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എവിടെ ആയിരിക്കും വരിക? നെഗറ്റീവ് സൈഡ് ആയിരിക്കും വരിക. ഇത് 0 ആണെങ്കിൽ ഇപ്പൊ മൈനസ് കെ ആയി. ദെൻ മൈനസ് കെ പ്ലസ് 3 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? മൈനസ് കെ പ്ലസ് 3. മൈനസ് കെ വരച്ചിട്ട് 3 യൂണിറ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതൊന്നും മാറിപ്പോകരുത്. മൈനസ് കെ പ്ലസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് കെ വരച്ചതിന് ശേഷം പ്ലസ് 3, അതായത് 3 യൂണിറ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ടുവേർഡ്സ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. സോ ടുവേർഡ്സ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1, 2, 3 ഇതായിരിക്കും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. എല്ലാത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1. 0 മുതൽ 3 വരെ. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വാല്യൂവും ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ അല്ലേ? അതാണ് എന്ത് പറയുന്നത്? യു ഓഫ് മൈനസ് കെ പ്ലസ് 3, യു ഓഫ് മൈനസ് കെ പ്ലസ് 3. ഓക്കെ, അതെന്റെ കയ്യിൽ കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? യു ഓഫ് എൻ മൈനസ് 2 മൈനസ് കെ. അതെങ്ങനെയായിരിക്കും വരിക? യു ഓഫ് എൻ മൈനസ് 2 മൈനസ് കെ. നമുക്ക് അത് വരയ്ക്കാനായിട്ട് വേറൊരു വഴി നോക്കാം. അതായത് യു ഓഫ് എൻ എന്തായിരുന്നു? യു ഓഫ് എൻ എന്ന് പറയുന്നത്, യു ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. യു ഓഫ് എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ് വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ആണ് വെൻ എൻ ലെസ് ദാൻ 0. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യു ഓഫ് എൻ, അതായത് ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് മാത്രമാണ് അതിന് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. സെയിം രീതി തന്നെ നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യാം. എന്താ പറയുന്നത്? എൻ മൈനസ് 2 മൈനസ് കെ. എൻ മൈനസ് 2 മൈനസ് കെ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നോക്കാം. എൻ മൈനസ് 2 മൈനസ് കെ ഈസ് n minus 2 minus k is greater than 0, greater than or equal to 0. അല്ലെ? ആ സമയം n minus 2 minus k എന്ന് പറയുന്നത് greater than 0 ആണ്. ആ സമയത്ത് k യുടെ വാല്യൂ എങ്ങനെയായിരിക്കും വരിക? n minus 2 greater than or equal to k. n minus 2 greater than or equal to k. അല്ല എങ്കിൽ k less than or equal to n minus 2. രണ്ടൊന്നല്ലേ? n minus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അല്ലെങ്കിൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 2. രണ്ടും ഒരേ കാര്യമല്ലേ? ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് അത് ഓക്കെ, അതെനിക്ക് മനസ്സിലായി. മറ്റേതിൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? മൈനസ് കെ പ്ലസ് 3 അതെന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും, 0 മുതൽ 3 വരെയുള്ള കാര്യം. അതായത് ഇവിടെ വരുമ്പോ കെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 2, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 2. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരിക. 0 എന്ന് പറയുന്ന പൊസിഷൻ ഇതായിരിക്കും, -1, -2 എക്സെട്ര. ഓക്കെ, അതുപോലെ 1, 2 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് n minus 2 വരെ അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ എല്ലായിടത്തും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഇതിന് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എനിക്ക് വേണ്ടത്. എല്ലായിടത്തും 1 ആണ്, ഇവിടുന്ന് അങ്ങോട്ടും എല്ലാം 1 ആണ്, അവിടുന്ന് അങ്ങോട്ടും എല്ലാം 1 ആണ്. അപ്പോ ഏത് തൊട്ട് ഏത് വരെ ആയിരിക്കും ഇതിന്റെ സിഗ്നൽ വരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഏത് തൊട്ട് ഏത് വരെ ആയിരിക്കും എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 തന്നെയാണ്. അത് 0 മുതൽ ലെഫ്റ്റ് ദാൻ ഇൻഫിനിറ്റി എവിടെ പോയി കഴിഞ്ഞാലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പക്ഷേ ഇവിടെ n minus 2 വരെ ആയിരിക്കും അതിന്റെ വാല്യൂ വരെ. കെയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇത് എക്സ് ആക്സിൽ എന്താ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? കെയുടെ വാല്യൂ n minus 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് വരെ, ഈ n minus 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് വരെ
ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അല്ലെ, n-2 വരുന്നത് വരെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -∞ മുതൽ, എല്ലായിടത്തും ഇവിടെ 1, അവിടെയും 1 തന്നെയാണ്. അപ്പൊ -∞ മുതൽ 0 വരെ എന്തായാലും വരില്ലേ? -∞ മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് -∞ മുതൽ 0 വരെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1 തന്നെയാണ്. അല്ലെ? അപ്പോ സിഗ്മ ഏതോട്ടായിരിക്കും വരിക? സിഗ്മ k = -∞. ഓക്കെ, അത് മനസ്സിലായി. ഏത് വരെ വരും? ഏത് വരെയാണ് വരുന്നത്? ഏത് വരെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 3 വരെയാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? 3 വരെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ രണ്ടാമത്തെ കേസിൽ എന്താ വന്നിരിക്കുന്നത്? n-2 വരെയാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? n-2 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പോ 3 ആണോ n-2 ആണോ? 3 എന്ന് പറയുന്ന പോയിന്റ് n-2-നേക്കാളും ലെസ് ദാനും വരാം, n-2-നേക്കാളും ഗ്രേറ്റർ ദാനും വരാം. കറക്റ്റ് അല്ലേ? എന്നിന്റെ വാല്യൂ എനിക്ക് എത്രയാണെന്ന് അറിയില്ല. എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ 3 എന്ന് പറയുന്നത് n-2-നേക്കാളും ചെറുതാണോ വലുതാണോ ഈക്വൽ ആണോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കറക്റ്റ് അല്ലേ? അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് n-2 ഈസ് ലെസ് ദാൻ 3. n-2 എന്ന് പറയുന്നത് എന്താണ്? 3-യേക്കാളും ലെസ് ദാൻ ആണ്. 3-യേക്കാളും ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3-യുടെ താഴെ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് വരെ ആയിരിക്കും വരിക. ആ സമയത്ത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏത് തൊട്ട് ഏത് വരെ ആയിരിക്കും? n-2 വരെ ആയിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം 3 എന്ന് പറയുന്നത്, ഈ n-2 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ്. അതായത് 3 എന്ന് പറയുന്ന പോയിന്റ് ഇതിപ്പോ n-2 ആണെന്ന് വിചാരിക്കുക. ഈ 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നതെന്ന് വിചാരിക്കുക. അവിടെ വരെ അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അപ്പോ കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് n-2 കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഇല്ല. പക്ഷെ ഏതുവരെ ഉണ്ട്? 3 വരെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ എന്തായി മാറും? 0 ആയി മാറും. ശരിയല്ലേ? ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് n-2 ഈസ് ലെസ് ദാൻ 3. n-2 3-യേക്കാളും ലെസ് ദാൻ എന്ന് പറയുന്നത്. അപ്പോ സിഗ്മ ഏതോട്ട് ഏതുവരെ ആയിരിക്കും വരിക? -∞ മുതൽ ഏതുവരെ വരും? n-2 വരെ. എല്ലാത്തിന്റെയും ആംപ്ലിറ്റ്യൂഡ് 1 അല്ലേ? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുക? 1 തന്നെ ആയിരിക്കും കിട്ടുക. ബാലൻസ് ഉള്ളത് എന്താണ്? 3k. കറക്റ്റ് അല്ലേ? 3k. അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട വാല്യൂ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാല്യൂ കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. n-2 ഈസ് ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ കേസ്. ഇനി അടുത്ത് n-2 ഈസ് അടുത്ത കേസ് പറയുന്നത്, രണ്ടാമത്തെ കേസ് പറയുന്നത് n-2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അല്ല, n-2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. n-2ന്റെ വാല്യൂ 3-യേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആവുകയാണ്. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുക? ആ സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരെ വരികയുള്ളൂ? 3 വരെ വരികയുള്ളൂ അല്ലെ? അതായത് ഈ 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും വന്നെന്ന് വിചാരിക്കുക. ഇത് 2 ആണ്. അടുത്ത് എന്താ വരുന്നത്? 3 ആണ്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും n-2 വരിക അങ്ങോട്ട്. പക്ഷെ 3 വരെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഏത് വരെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? 3 വരെ. ഇവിടെയും 3 വരെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ആൾറെഡി 3 വരെ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ സമ്മേഷൻ ഏതോട്ട് ഏതുവരെ എടുക്കേണ്ടി വരും? സിഗ്മ k ഈക്വൽ ടു -∞ to 3 k. ഇപ്പൊ രണ്ട് കേസസ് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വരും. n-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യും n-2 ലെസ് ദാൻ 3. ഇത് നമുക്ക് എന്റെ ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ കണ്ടുപിടിക്കുമ്പോൾ കേക്ക് ആദ്യം ഏതുകൊണ്ട് ഏതുവരെ കൊടുക്കാം? -∞ മുതൽ 3 വരെയാണ്. അപ്പൊ എന്താ വരിക? വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം കേക്ക് 0 കൊടുക്കുക. 3/0, 3/1, 3/2, 3/3 അല്ലെ? 3/n എന്നായിരുന്നു. അപ്പൊ കറക്റ്റ് ആണ്. 3/3. അപ്പോ 0 മുതൽ 3 വരെയുള്ള വാല്യൂ കൊടുത്തു. പിന്നെന്താ വേണ്ടത്? -1 മുതൽ 3/-1, 3/-2 എക്സെട്ര അപ് ടു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഇതില് 3/1 അത് 3 ആണ്. 3/2 എത്രയാണ്? 9 ആണ്. 3/3 എത്രയാണ്? 27 ആണ്. 27
പ്ലസ് 9 36 36 പ്ലസ് 3 39 പ്ലസ് പിന്നെ ബാക്കി വരുന്നത് 3 എന്ന് എനിക്കറിയാം 1 ആണ്. ഇത് എത്രയാ വരിക 1/3 മറ്റേത് 1/3² എക്സെട്ര. ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷന്റെ സീക്വൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഐഡന്റിറ്റി വരുന്നത് 1 + r + r² എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1/1 - r. അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് 30 39 ഇത് മാത്രം അവിടെ ഇരിക്കട്ടെ 39 പ്ലസ് പിന്നെ എന്താ സംഭവിക്കുന്നത് ഇതും അതേ രീതിയിൽ എടുക്കുക ഈ ഒരു ഐഡന്റിറ്റി അനുസരിച്ച്. അതായത് 1/1 - 1/3 1 - 1/3 2/3 ആണ്. 2/3 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/2 എന്ന് കിട്ടും. അതായത് 39 പ്ലസ് 3/2. ഇപ്പോ 39 × 2 എന്ന് പറയുന്നത് 78 78 പ്ലസ് 3 81 81/2. ഓക്കെ അല്ലേ? അത് ഏത് കേസിലെ n-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുന്ന സമയത്ത്. ഇനി n-2 ലെസ് ദാൻ 3 വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക നോക്കാം. അതെങ്ങനെയാ ചെയ്യുന്നത്? സിഗ്മ k ഈക്വൽ ടു -∞ ടു n-2 3k. ആദ്യം എന്താ ചെയ്യുന്നത് n-2 നിന്ന് തുടങ്ങുക 3n-2. അടുത്ത നമ്പർ എന്തായിരിക്കും 3n-1. അതിനേക്കാളും കുറഞ്ഞാണ് പോകുന്നത്. n-2 വരെയാണ് ഉള്ളത്, അതുവരെയാണ് മാക്സിമം വാല്യൂ. അപ്പൊ അതിന് കുറഞ്ഞായിരിക്കും വരിക 3n-1. പിന്നെന്താ വരുന്നത് അടുത്തത് 3n അല്ലെ 3n-1 3n. പിന്നെ അടുത്ത് എന്താ വരുന്നത് അതിലും n-2 n-1 n. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ് വരുന്നത് 3 0 3 1 3 -1 ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പ്ലസ് 3 -2 എക്സെട്ര. അതായത് 3n-2 പ്ലസ് 3n-1 പ്ലസ് 3n പ്ലസ് പിന്നെന്താ പറയുന്നത് ഇത് ബാക്കി പഴയതുപോലെ. അതായത് 1 പ്ലസ് 1/3 പ്ലസ് 1/3² എക്സെട്ര. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3n പ്ലസ് 3n-1 പ്ലസ് 3n-2 പ്ലസ് ബാക്കി ഇത് നേരത്തെ എടുത്ത സെയിം ഫോമുല 1/1 - 1/3. 3n കോമൺ എടുക്കാം 1 പ്ലസ് 3n-1 അതായത് 1/3 3n-1/3² പ്ലസ് എത്ര വരും 1 + 1 - 1/3 2/3 റെസിപ്രോക്കൽ 3/2. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3n ഇൻറ്റു എന്താ പറയുക 1 + 1/3 + 1/9 എൽസിയം എടുക്കുമ്പോൾ 9 9 9/3 3 9 3 12 1 13 13/9 3n ഇൻറ്റു 13/9 പ്ലസ് 3/2. ഓക്കെ. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയത് ഏത് സമയത്തുള്ള കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സമയത്തുള്ള കേസ് n-2ന്റെ വാല്യൂ ലെസ് ദാൻ 3 വരുന്ന കേസ്. ഓക്കെ. മറ്റേ കേസിൽ നമുക്ക് കിട്ടിയതാണ് n-2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. n-2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരുന്ന സമയത്താണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ബേസിക്കലി ഉള്ള ഫോർമുല വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഇതെല്ലാം. കുറച്ചൊന്ന് ചെയ്തു നോക്കിയാൽ കൺസെപ്റ്റ് ക്ലിയർ ആവാനുള്ള ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ് കൺവല്യൂഷൻ ഇന്റഗ്രൽ ഓഫ് ദ ഫോളോയിങ് വിത്ത് പ്രോപ്പർ പ്ലോട്ട്സ്. അപ്പോ y(t) ഈക്വൽ ടു u(t) മൈനസ് u(t) - 2 ഇതൊരു സിഗ്നല്. അതിനെ ഏതുമായിട്ട് കൺവല്യൂഷൻ ചെയ്യണം? u(t) ആയിട്ട് കൺവല്യൂഷൻ ചെയ്യണം. അത് കൺവല്യൂഷൻ, അതായത് ഇവിടെ കാണുന്ന ഈ സ്റ്റാർ സൈൻ ആണ് ആക്ച്വലി എന്ത് ഉദ്ദേശിക്കുന്നത്? കൺവല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് ആദ്യം
ഒരു സിഗ്നൽ ഒരു പാർട്ട് എക്സ് ഓഫ് ടി എന്നും മറ്റേ പാർട്ട് എച്ച് ഓഫ് ടി എന്നും പറഞ്ഞെടുക്കുക. ഈ പാർട്ട് എക്സ് ഓഫ് ടി എന്നും മറ്റേത് എച്ച് ഓഫ് ടി. അതായത് എന്താണ് ഫോർമുല? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. അതായത് കൺവല്യൂഷൻ ഇന്റഗ്രൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് കൺവല്യൂഷൻ ഇന്റഗ്രൽ? കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവല്യൂഷൻ ഇന്റഗ്രലും, സെയിം കേസ് തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കൺവല്യൂഷൻ സം അഥവാ ലീനിയർ കൺവല്യൂഷൻ. ഓക്കെ, ഇതിപ്പോ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ്. അതായത് ടൈമിന്റെ ഫംഗ്ഷനിലാണ്, ടിയുടെ ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അതെന്താണെന്ന് നമുക്കറിയാം, കൺവല്യൂഷൻ ഇന്റഗ്രൽ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഓക്കെ ആണല്ലോ. നൗ ഇത് ഓരോ സെറ്റും, അതായത് രണ്ട് സിഗ്നൽ ഉണ്ട്. ഈ രണ്ട് സിഗ്നലും ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോബ്. നമുക്ക് നോക്കാം. ആദ്യം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 2 അത് ആദ്യം വരയ്ക്കുകയാണ്. അതിനാദ്യം യു ഓഫ് ടി വരയ്ക്കുക. ദിസ് വൺ, ഇതാണ് എന്റെ യു ഓഫ് ടി. 1 ആണ് ആംപ്ലിറ്റ്യൂഡ്, 0 പൊസിഷൻ. ഇത് എന്റെ യു ഓഫ് ടി. ഇനി അടുത്ത് എന്താ വേണ്ട? യു ഓഫ് ടി മൈനസ് 2 എന്താ ചെയ്യുക? 2 യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകും. ഓക്കെ അല്ലേ? അവിടെയും ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ, ഇത് യു ഓഫ് ടി, ഇത് യു ഓഫ് ടി മൈനസ് 2. എന്നിട്ട് എന്താ വേണ്ടത്? യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 2. അതായത് ഇതിൽ നിന്ന് ഇതെന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? 0 to 2 വരെ ആയിരിക്കും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, 0 to 2 വരെ. അപ്പൊ ഇതാണ് എന്ത്? എന്റെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് എന്റെ എക്സ് ഓഫ് ടി എന്ന് മനസ്സിലായി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എച്ച് ഓഫ് ടി. എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് ടി തന്നെയാണ്. അതായത് ഇത് തന്നെയാണ് എച്ച് ഓഫ് ടി. അപ്പോ എക്സ് ഓഫ് ടി ആയി, എച്ച് ഓഫ് ടി ആയി. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം? കൺവല്യൂഷൻ എടുക്കണം. കൺവല്യൂഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ഓരോ കേസ് ബൈ കേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തിയറി സെഷന്റെ ക്ലാസ്സിൽ എടുത്ത സമയത്തും പ്രോബ്ലമാറ്റിക് സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് മോഡ്യൂളിന്റെ കംപ്ലീറ്റ് ഡിസ്കഷനിൽ നമ്മൾ അതിന്റെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സെയിം രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് ടി എന്റെ കയ്യിലുണ്ട്, ഇതാണ് എന്റെ എച്ച് ഓഫ് ടി. സോ ഇതിനെ ഓരോന്നിനെയും എച്ച് ഓഫ് ടിയെ എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഓഫ് ടി മൈനസ് ടോ ഇനി കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇത് എന്റെ എച്ച് ഓഫ് ടി. അപ്പോ എച്ച് ഓഫ് ടോ എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും. അതായത് യു ഓഫ് ടി. ഇനി എന്താ വേണ്ടത്? എച്ച് ഓഫ് മൈനസ് ടോ വരയ്ക്കുക. എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ നേരെ റിവേഴ്സൽ. ഓക്കെ അല്ലേ? എച്ച് ഓഫ് മൈനസ് ടോ. ഇനി എനിക്ക് എന്താ വേണ്ടത്? എച്ച് ഓഫ് ടി മൈനസ് ടോ. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഓരോ കേസസ് കൺസിഡർ ചെയ്യും. ആദ്യം കേസ് 1. എന്താണ് അതിന്റെ കേസ് 1? കേസ് 1 പറയുന്നത് ആദ്യം ഞാൻ എന്ത് ചെയ്തു? യു ഓഫ് അല്ലെങ്കിൽ എക്സ് ഓഫ് ടി വരച്ചു, അല്ലെങ്കിൽ എക്സ് ഓഫ് ടോ. 0 to 2 ആംപ്ലിറ്റ്യൂഡ് 1. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇനി ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് ടി മൈനസ് ടോ എനിക്ക് വരയ്ക്കണം. ആൾറെഡി ഞാൻ എച്ച് ഓഫ് മൈനസ് ടോ വരച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ വരയ്ക്കണമെങ്കിൽ എച്ച് ഓഫ് മൈനസ് ടോ പ്ലസ് ടി, അതാണല്ലോ എച്ച് ഓഫ് ടി മൈനസ് ടോ. എച്ച് ഓഫ് മൈനസ് ടോ പ്ലസ് ടി രണ്ടും ഒരേ കാര്യം തന്നെയാണ്. എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് തന്നെയാണ് എച്ച് ഓഫ് മൈനസ് ടോ പ്ലസ് ടി. ഓക്കെ, സോ അതെടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഈ സിഗ്നല് എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്ന സിഗ്നൽ ഷിഫ്റ്റ് ആകും. എങ്ങോട്ട് ഷിഫ്റ്റ് ആകും? ഒന്നുകിൽ അത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ടി. ടിയുടെ വാല്യൂ അനുസരിച്ചാണ് അത് റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ ഷിഫ്റ്റ് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ കേസ് 1 ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നോ ഓവർലാപ്പ്. അതായത് ഈ സിഗ്നലും മറ്റേ സിഗ്നലും തമ്മിൽ എന്താവരുത്? ഓവർലാപ്പ് ചെയ്യപ്പെടരുത്. ഓവർലാപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ എച്ച് ഓഫ് മൈനസ് ടോ എങ്ങോട്ട് ഷിഫ്റ്റ് ആവണം? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയാൽ, ഇവിടെ ആൾറെഡി റൈറ്റ് സിഗ്നൽ ഉണ്ട്, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയാൽ എന്ത് സംഭവിക്കും? ഓവർലാപ്പ് ചെയ്യപ്പെടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലോട്ട് വേണം ഇതിനാദ്യം ഷിഫ്റ്റ് ആക്കാൻ. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ രീതിയിലായിരിക്കും ആ സിഗ്നൽ വരുന്നത്. അതായത് ഈ പോയിന്റ് എന്താണ്? ഇത് ആൾറെഡി എച്ച് ഓഫ് മൈനസ് 0. എത്ര യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു? ടി യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. സോ ടി യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? എച്ച് ഓഫ് ടി മൈനസ് ടോ, ഇതാണ് എന്റെ എച്ച് ഓഫ് ടി മൈനസ് ടോ. ഇതെന്റെ എക്സ് ഓഫ് ടോ. ആദ്യത്തെ കേസിൽ എന്താ സംഭവിക്കുക? ഒയ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കണം? ഈ രണ്ട് സിഗ്നൽസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം.
അതായത് ഇവിടെ ഓവർലാപ്പിംഗ് റീജിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് ഏത് സമയത്താണ്? ഇത് ഏത് ടൈമിലാണ്? അതായത് ഈ പോയിന്റ്, ഈ ടി എന്ന് പറയുന്ന പോയിന്റ് 0യെക്കാളും ലെസ് ദാൻ വന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമല്ലേ അത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയിരിക്കുകയുള്ളൂ. അതായത് ടി ലെസ് ദാൻ 0. ഒ ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് വെൻ എന്താണ്? ടി ലെസ് ദാൻ 0. ഇത് ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി അടുത്ത കേസ് 2. കേസ് 2ൽ എന്താ സംഭവിക്കുന്നത്? എക്സ് ഓഫ് ടോയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും. അതിന് ഷിഫ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. 0 to 2 തന്നെയാണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ സിഗ്നൽ ഇനി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യപ്പെടണമെങ്കിൽ ഇനി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. സോ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇത്രയും റീജിയൻ ഓവർലാപ്പ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പോയിന്റ് എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. കറക്റ്റല്ലേ? ആ പോയിന്റ് ടി തന്നെയാണ്. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്താണ്? ഈ സിഗ്നൽ തന്നെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതിന്റെ ഒരു കുറച്ച് പോർഷൻ എന്ത് ചെയ്തു? അതിന്റെ ഇൻസൈഡ് ആയി, അല്ലെ? ഈ പറയുന്ന എക്സ് ഓഫ് ടോയുടെ ഇൻസൈഡ് റീജിയൻ ആയി. അപ്പോ അവിടെ ഇൻസൈഡ് റീജിയൻ ആയത് ഏത് തൊട്ട് ഏത് വരെയാണ്? 0 മുതൽ ടി വരെയാണ് അതിന്റെ ഓവർലാപ്പിംഗ് റീജിയൻ വരുന്നത്. അതായത് എന്താ സംഭവിക്കുന്നത്? ഒ ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ സംഭവം? ഇന്റഗ്രൽ ഏത് തൊട്ട് ഏത് വരെ? ഓവർലാപ്പിംഗ് റീജിയൻ ആണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടതെന്ന് അറിയാം. 0 to t. രണ്ടിടത്തെയും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ 1 into 1 എന്ന് പറയുന്നത് എന്താണ്? 1 into പിന്നെന്താ? d ടോ. ഓക്കെ, അതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇതിന്റെ ഡ്യൂറേഷൻ അറിയണം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. അതിന്റെ ഡ്യൂറേഷൻ അറിയണം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ എങ്ങോട്ട് പോയി? 0യെക്കാളും ഗ്രേറ്റർ ആയി. ശരിയാണ്, ടിയുടെ വാല്യൂ 0യെക്കാളും ഗ്രേറ്റർ ആയി. അതായത് ടി ഗ്രേറ്റർ ദാൻ 0 സംഭവിച്ചു. പക്ഷേ ടി എന്ന് പറയുന്നത് 0യെക്കാളും ഗ്രേറ്റർ ആയി. പക്ഷെ 2നെക്കാളും ഗ്രേറ്റർ ആയോ? ഇല്ല, അവിടെ 2നെക്കാളും ലെസ് ദാൻ ആയി. അതായത് ടി ലെസ് ദാൻ 2. അതായത് 0യെക്കാളും ഗ്രേറ്റർ ആണ്, പക്ഷെ 2നെക്കാളും എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ടിയുടെ ആക്ച്വൽ വാല്യൂ 0ക്കും 2നും ഇടയിലാണ്. 0ക്കും 2നും ഇടയിലാണ്. ദെൻ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് സാധാരണ അറിയാം, ഡി ടോയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ടോയാണ്. ടോയ്ക്ക് അപ്പർ ലിമിറ്റ് ടി, ലോവർ ലിമിറ്റ് 0. സോ ആൻസർ ടി മൈനസ് 0 ടി എന്ന് കിട്ടും. സോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 to 2. രണ്ടാമത്തെ കേസ് നമുക്ക് കിട്ടി. ഒ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ കേസ്, അതായത് കേസ് 3. കേസ് 3ൽ എന്ത് സംഭവിക്കും നോക്കാം. കേസ് 3ൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ഓഫ് ടോയ്ക്ക് ഒരു മാറ്റം വരില്ല. എച്ച് ഓഫ് ടോ വീണ്ടും എന്ത് ചെയ്യും? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. നോക്കാം. 0 to 2 റൈറ്റിലോട്ട് മൂവ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ, അതായത് 0ക്കും 2നും ഇടയിലാണ് ടി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരുന്നത്. ഇനി ടി എന്ന് പറയുന്ന പോയിന്റ് 2നെക്കാളും ഗ്രേറ്റർ ആയി മാറുന്ന രീതിയിൽ മൂവ് ആകും. അപ്പൊ ടി എവിടെ വരും? ഇവിടെ വരും. അപ്പോ ഓവർലാപ്പിംഗ് റീജിയൻ രണ്ടിന്റെയും കൂടെ ചേർത്ത് എവിടെയാണ്? ഇത്രയും റീജിയനിലാണ് ഇതിന്റെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഒ ഓഫ് ടി എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് റീജിയൻ. ഇന്റഗ്രൽ ഏത് തൊട്ട് ഏത് വരെ? 0 to 2. രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ഡി ടോ, 1 into d ടോ. ഓക്കെ, നൗ ഇനി ഡ്യൂറേഷൻ നമുക്ക് അറിയണം. ഡ്യൂറേഷൻ അറിയണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ടിയുടെ വാല്യൂ നമുക്ക് എന്ത് സംഭവിച്ചു? 2നെക്കാളും ഗ്രേറ്റർ ആയി. ടിയുടെ വാല്യൂ 2നെക്കാളും എന്തായി മാറി? ഗ്രേറ്റർ ആയി മാറി. മറ്റു കേസസിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. 0യെക്കാളും ആൾറെഡി ഗ്രേറ്റർ ആണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇവിടെ 2നെക്കാളും ഗ്രേറ്ററും ആയി. അതായത് ടി ഗ്രേറ്റർ ദാൻ. ദെൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡി ടോയുടെ ഇന്റഗ്രൽ എന്താണ്? ടോ. ടോയ്ക്ക് അപ്പർ ലിമിറ്റ് 2. സോ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ടി ഗ്രേറ്റർ ദാൻ 2. ഇത്രയും കേസ് തന്നെയാണ്. ഇനി അങ്ങോട്ട് അടുത്ത കേസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന എച്ച് ഓഫ് ടി മൈനസ് ടോ ഈ സിഗ്നൽ വീണ്ടും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് എത്രത്തോളം പോയാലും ഇതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടും. ശരിയല്ലേ? ഇനി നമ്മൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഓവർലാപ്പിംഗ് റീജിയൻ 0 to 2 വരെ തന്നെയായിരിക്കും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടുക. സോ ആ കേസ്, അതായത് മൂന്നാമത്തെ കേസോടുകൂടി ഈ കേസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പിന്നീട് ഫർദർ കേസസ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ഇനി അങ്ങോട്ട് നമ്മൾ എച്ച് ഓഫ് ടി മൈനസ് ടോ അതിന് നമ്മൾ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ കേസ് തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, അല്ലെ? ഓക്കെ, അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യുക. അതായത് ഒ ഓഫ് ടി എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? 0 ആയിരുന്നു. ശരിയല്ലേ?
എപ്പോ t ലെസ് ദാൻ 0. രണ്ടാമത്തെ കേസ് വന്ന സമയത്ത് എന്താ കിട്ടിയത്? t ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 2. മൂന്നാമത്തെ കേസിൽ എന്താ കിട്ടിയത്? 2, അതായത് t ഗ്രേറ്റർ ദാൻ 2. സോ ഈ രീതിയിൽ അതിന്റെ കൺക്ലൂഷൻ. സോ ഈ 3 കേസസ് ആണ് നമുക്കവിടെ വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് ടോയും എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടോയും നമ്മൾ സെപ്പറേറ്റ്ലി വരയ്ക്കുക എന്നുള്ളതാണ്. എക്സ് ഓഫ് ടോയ്ക്ക് ജസ്റ്റ് മൂവ്മെന്റ് ഒന്നുമില്ല, അതേ രീതിയിൽ തന്നെ വെക്കുക. എച്ച് ഓഫ് ടി മൈനസ് ടോയ്ക്ക് എച്ച് ഓഫ് ടോ വരച്ചതിന് ശേഷം പിന്നെന്താ എച്ച് ഓഫ് മൈനസ് ടോ വരയ്ക്കുക. പിന്നെന്താ വേണ്ടത്? എച്ച് ഓഫ് ടി മൈനസ് ടോ വരയ്ക്കുക. ടി മൈനസ് ടോ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ്, ആ സിഗ്നലിന്റെ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നത് ഓവർലാപ്പ് എക്സ് ഓഫ് ടോയുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതിരിക്കത്തക്ക രീതിയിൽ വേണം സിഗ്നലിനെ എന്ത് ചെയ്യാൻ, ഷിഫ്റ്റ് ചെയ്യാൻ. അത് ആദ്യത്തെ കേസ്. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓവർലാപ്പിംഗ് സംഭവിക്കും. അതിനനുസരിച്ചുള്ള ഇന്റഗ്രൽ വാല്യൂസ് നമ്മൾ ഡ്യൂറേഷൻ നോക്കിയിട്ട് ഇന്റഗ്രൽ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യുക. ഫൈനലി അത് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ അതാണ്, ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്, ടൈം ഇൻവേരിയന്റ്, ലീനിയർ ആൻഡ് കോസൽ. ഗീവ് എക്സ്പ്ലനേഷൻസ് ഫോർ ഈച്ച്. ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന്റെ ഈ ഓരോരോ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്ത് നോക്കാനാണ് നമ്മളോട് പറയുന്നത്. സിസ്റ്റത്തിന്റെ ഓരോരോ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ കേസ് തന്നെ നോക്കാം. സ്റ്റാറ്റിക്. എന്താണ് സ്റ്റാറ്റിക്? ഒരു സിസ്റ്റം സ്റ്റാറ്റിക് ആവുന്നത് എപ്പോഴാണ്? എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് നോൺ ആസ് സ്റ്റാറ്റിക് സിസ്റ്റം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ പ്രസന്റ് വാല്യൂവിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റാറ്റിക്. പാസ്റ്റോ ഫ്യൂച്ചറോ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? നമുക്കത് ഡൈനാമിക് ആയി മാറും. നമുക്കത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടി സപ്പോസ് 0 കൊടുക്കുക. 0 കൊടുത്തു. ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? y ഓഫ് 0 ഈക്വൽ ടു ടി സ്ക്വയർ. ടിക്ക് 0 കൊടുക്കുക. അപ്പൊ ഈ സാധനം എന്തായാലും 0 ആവുമല്ലോ. 0 ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് -2. കാരണം എന്താ? 0 -2. ഇനി ഇതേപോലെ ടിക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതായത് y ഓഫ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 1 -2. 1 -2 എന്ന് പറയുന്നത് എന്താണ്? -1. സെയിം രീതിയിൽ തന്നെ ടിക്ക് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് -1. -1 കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? y ഓഫ് -1 ഈക്വൽ ടു എക്സ് ഓഫ് -1 പ്ലസ് -1 -2, അതായത് -3. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താ? y ഓഫ് ടി എന്ന് പറയുന്നത് y ഓഫിന്റെ കമ്പോണന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെയും എക്സ് ഓഫിന്റെ കമ്പോണന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻപുട്ടിനെയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് ഏതെല്ലാം സ്റ്റേജിൽ നിൽക്കുന്നു? 0-ൽ നിൽക്കുന്നു. ശരിയല്ലേ? ഔട്ട്പുട്ട് 0-ലും ഇൻപുട്ട് സെയിം 0-ൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയേണ്ടി വരും? പ്രസന്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. പ്രസന്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. അതെന്താണ്? ഔട്ട്പുട്ട് 0-ലും ഇൻപുട്ടും സെയിം സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്, 0-ൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ഔട്ട്പുട്ട് 0-ൽ നിൽക്കുന്ന സ്ഥാനത്ത് ഇൻപുട്ട് എവിടെ നിൽക്കുന്നു? -2-ൽ നിൽക്കുന്നു. അതായത് പാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ പ്രസന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കേസ്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. 1 വരികയാണെങ്കിൽ ഇവിടെയും 1 തന്നെയാണ്, പ്രസന്റ് സ്റ്റേജ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? -1 ആണ്. അപ്പൊ 1നെ വിത്ത് റെസ്പെക്ട് ടു -1 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാലോ, -1, ഇത് -1 ആണ്. സോ അതും എന്താണ്? പ്രസന്റ് സ്റ്റേജ് ആണ്. -1നെ വിത്ത് റെസ്പെക്ട് ടു -3 എന്ന് പറയുന്നത് എന്താണ്? -3 എന്ന് പറയുന്നത് -1നേക്കാളും എന്താണ്? ചെറിയ വാല്യൂ അല്ലേ? -1നേക്കാളും ചെറിയ വാല്യൂ അല്ലേ -3 എന്ന് പറയുന്നത്? അപ്പോൾ അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. സോ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ കേസസ് നമ്മൾ നോക്കിയാലും, ഏത് കേസ് നമ്മൾ നോക്കിയിട്ടും നമുക്ക് പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം എന്ത് സിസ്റ്റമാണ്? ഡൈനാമിക് സിസ്റ്റമാണ്. ഡൈനാമിക്. ഇറ്റ് ഈസ് ഡൈനാമിക് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്നുള്ള കാര്യം കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ടൈം ഇൻവേരിയന്റ് ആണോ വേരിയന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് അടുത്ത് ചോദിക്കുന്നത്. സോ അതിന് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം സിസ്റ്റം എഴുതുക. y ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി -2. ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഇൻപുട്ടിനെ ഞാനൊരു ഷിഫ്റ്റ് കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇൻപുട്ടിനെ ഞാനൊരു ഷിഫ്റ്റ് കൊടുക്കും. ഇൻപുട്ട് ഷിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? y ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു
എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 2 മൈനസ് ക്യാപിറ്റൽ ടി. കറക്റ്റ് അല്ലേ? ഇൻപുട്ടിന് ഞാൻ ഷിഫ്റ്റ് കൊടുത്തു, ടി യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു സിഗ്നലിനെ, ഇൻപുട്ടിനെ മാത്രമാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞു. ഓക്കെ, അത് എന്താ ചെയ്തത്? ഇൻപുട്ടിനെ ടി എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്നാവും. ഇവിടെ എക്സ് ഓഫ് ടി മൈനസ് 2 ആണ് ഇൻപുട്ട്, അത് മൈനസ് ക്യാപിറ്റൽ ടി. ഓക്കെ, നൗ ഇനി എന്താ ചെയ്യേണ്ടത്? ഔട്ട്പുട്ടിന് ഷിഫ്റ്റ് കൊടുക്കുക. അത് എവിടെ നിന്ന് കൊടുക്കുക? ഇവിടെ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത്. ഔട്ട്പുട്ടിന് ഷിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനിൽ എവിടെയെല്ലാം സ്മോൾ ടി ഉണ്ടോ അവിടെയെല്ലാം ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ തിയറി ഓറിയന്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, എവിടെയെല്ലാം ടി ഉണ്ടോ അവിടെയെല്ലാം ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക. അതായത് y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു ടി മൈനസ് ക്യാപിറ്റൽ ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി മൈനസ് 2. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുക. ദെൻ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ഇതിന്റെ രണ്ടിന്റെയും ഈ രണ്ട് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷന്റെയും RHS പാർട്ട് വെരിഫൈ ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ടിടത്തും കിട്ടുന്ന ആൻസർ, റൈറ്റ് ഹാൻഡ് സൈഡിന്റെ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ, രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. മാറിപ്പോകരുത്. അങ്ങനെ സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇനി അതല്ല ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സിസ്റ്റം ആണ്? ടൈം വേരിയന്റ് സിസ്റ്റം. ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഡിഫറെന്റിലെ കിട്ടുന്നത്. ഇത് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. സെയിം ആണ് കിട്ടുന്നതെങ്കിൽ ഇൻവേരിയന്റ് സിസ്റ്റം. ഇനി അതല്ല ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സിസ്റ്റമാണ്? വേരിയന്റ് സിസ്റ്റം. നമുക്കിവിടെ ഡിഫറെന്റ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഇത് എന്ത് സിസ്റ്റമാണ്? വേരിയന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? വേരിയന്റ് സിസ്റ്റം. അപ്പോ ഇൻവേരിയന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ഇൻവേരിയന്റ് അല്ല, പകരം എന്താണ്? വേരിയന്റ് സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് കഴിഞ്ഞ ശേഷം അടുത്ത് എന്താ പറയുന്നത്? ലീനിയർ ചെക്ക് ചെയ്യാനാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ എങ്ങനെയാ ചെക്ക് ചെയ്യുക? ലീനിയർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സിസ്റ്റം എഴുതുക. y ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 2. നമ്മൾ എന്ത് ചെയ്യും? എല്ലായിടത്തും സഫിക്സിൽ 1 കൊടുക്കും. ടി സ്ക്വയർ x1 അതുപോലെ y1, എന്നിട്ട് എന്ത് ചെയ്യുക? a1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ a1 y1 ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ a1 x1 ഓഫ് ടി പ്ലസ് a1 x1 ഓഫ് ടി മൈനസ് 2. ഓക്കെ അല്ലേ? അതേപോലെ സഫിക്സിൽ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാ. സഫിക്സിൽ എന്ത് ചെയ്യുക? 2 കൊടുക്കുക. 2 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? a2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ a2 y2 ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ a2 x2 ഓഫ് ടി പ്ലസ് a2 x2 ഓഫ് ടി മൈനസ് 2. ഇനി എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക, സിമിലർലി റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? a1 y1 ഓഫ് ടി പ്ലസ് a2 y2 ഓഫ് ടി ഈക്വൽ ടു, ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ടി സ്ക്വയർ എനിക്ക് കോമൺ ആയിട്ട് എടുക്കാം, കാരണം രണ്ടിടത്തും ടി സ്ക്വയർ ഉണ്ട്. സോ ടി സ്ക്വയർ ഇൻറ്റു a1 x1 ഓഫ് ടി പ്ലസ് a2 x2 ഓഫ് ടി. ഓക്കെ അല്ലേ? പിന്നെന്താ വേണ്ടത്? ഇത് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ കോമൺ ആയിട്ട് എടുക്കാൻ ഒരു ടേമും ഇല്ല. അപ്പൊ എന്താ ചെയ്യുക? അതിനെ അതുപോലെ എഴുതുക, അത്രേ ഉള്ളൂ. a1 x1 ഓഫ് ടി മൈനസ് 2 a1 x1 ഓഫ് ടി മൈനസ് 2 പ്ലസ് a2 x2 ഓഫ് ടി മൈനസ് 2. ഓക്കെ അല്ലേ? ഇത് ഒരു ഇക്വേഷൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്ത് വച്ചിരിക്കുക. ദെൻ എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ എവിടെയെല്ലാം എന്തുണ്ട്? y ഓഫ് ടി ഉണ്ടോ അവിടെയെല്ലാം എന്ത് കൊടുക്കുക? a1 y1 ഓഫ് ടി പ്ലസ് a2 y2 ഓഫ് ടി. എവിടെയെല്ലാം x ഓഫ് ടി ഉണ്ടോ അവിടെയെല്ലാം എന്ത് കൊടുക്കുക? a1 x1 ഓഫ് ടി പ്ലസ് a2 x2 ഓഫ് ടി. അതായത് എവിടെയെല്ലാം y ഓഫ് ടി ഉണ്ടോ അവിടെ a1 y1 ഓഫ് ടി പ്ലസ് a2 y2 ഓഫ് ടി. അതേപോലെ എവിടെയെല്ലാം x ഓഫ് ടി ഉണ്ടോ അവിടെയെല്ലാം a1 x1 ഓഫ് ടി പ്ലസ് a2 x2 ഓഫ് ടി. സെയിം രീതിയിൽ തന്നെ എക്സ് ഓഫ് ടി മൈനസ് 2 ഉള്ളിടത്തെല്ലാം ഇതേപോലെ തന്നെ എക്സ് ഓഫ് ടി മൈനസ് 2ന്റെ സ്ഥാനത്ത് a1 x1 ഓഫ് ടി മൈനസ് 2 പ്ലസ് a2 x2 ഓഫ് ടി മൈനസ് 2.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? A1 നമ്മുടെ സിസ്റ്റം എന്തായിരുന്നു? ഇതാണ് എന്റെ സിസ്റ്റം. y of t യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? A1 y1 of t പ്ലസ് A2 y2 of t ഈക്വൽ ടു പിന്നെ എന്താ സംഭവിക്കുന്നത്? ടി സ്ക്വയർ അവിടെ ഇരിക്കട്ടെ, അതുപോലെ ഇവിടെ ഇരിക്കട്ടെ. ഈ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്താണ് നമുക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ A1 x1 of t, അതായത് ടി സ്ക്വയർ ഇൻറ്റു A1 x1 of t പ്ലസ് A2 x2 of t. ഇതേപോലെ തന്നെ എക്സ് ഓഫ് ടി മൈനസ് ടുവിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? A1 ഇതേപോലെ തന്നെ A1 x1 of t മൈനസ് ടു പ്ലസ് A2 x2 of t മൈനസ് this one ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് എടുക്കുക. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 ഇത് 2. ഇതിന്റെ രണ്ടിന്റെയും RHS പാർട്ട് വെരിഫൈ ചെയ്യുക. രണ്ടിന്റെയും RHS പാർട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് വെരിഫൈ ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന മീൻസ് എക്സ്പ്രഷൻസ് സെയിം ആണെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് സെയിം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം എന്ത് സിസ്റ്റമാണ്? ലീനിയർ സിസ്റ്റമാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് സെയിം ആയിട്ടാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം ലീനിയർ സിസ്റ്റമാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സിസ്റ്റമാണ്? ലീനിയർ സിസ്റ്റം. ഓക്കെ, ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം നോൺ ലീനിയർ സിസ്റ്റം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സിസ്റ്റമാണ്? ലീനിയർ സിസ്റ്റമാണ്. അപ്പോൾ ലീനിയർ ആണ് നോൺ ലീനിയർ ആണെന്ന് കിട്ടി. ഇനി എന്താ ചോദിക്കുന്നത്? കോസൽ. എന്താണ് ഒരു സിസ്റ്റം കോസൽ ആവുന്നതിന്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ കോസൽ ആവാനുള്ള ഡെഫിനിഷൻ എന്താണ്? എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് ഓർ പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ഈസ് നോൺ ആസ് കോസൽ സിസ്റ്റം. ഒരു സിസ്റ്റം പ്രസന്റിനെയോ പാസ്റ്റിനെയോ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയേണ്ടി വരും? കോസൽ സിസ്റ്റം എന്ന് പറയേണ്ടി വരും. ഇനി അതല്ല, പ്രസന്റിനെയും പാസ്റ്റിനെയും അല്ല, ഫ്യൂച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? അത് നോൺ കോസൽ സിസ്റ്റം എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇപ്പൊ പ്രസന്റിനെയോ പാസ്റ്റിനെയോ, പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്, പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? കോസലാണ്. ഫ്യൂച്ചർ വന്നാൽ അത് നോൺ കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്, പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ്? കോസലാണ്. പക്ഷേ ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നോൺ കോസലാണ്. സോ ഇത് നമ്മൾ സ്റ്റാറ്റിക് വെരിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. സെയിം മെത്തേഡ് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ y of 0 x of 0 പ്രസന്റിനെ ആണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ് ഓഫ് മൈനസ് 2 അതെന്താണ്? പാസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ y of 1 x of 1 പ്രസന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമുക്കറിയാം. പക്ഷേ 1നെ വിത്ത് റെസ്പെക്ട് ടു -1 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ -1 വിത്ത് റെസ്പെക്ട് ടു -1 പ്രസന്റ് ആണ്. പക്ഷെ -1 വിത്ത് റെസ്പെക്ട് ടു -3 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്. അപ്പോ ഈ 3 കേസസ് നമ്മൾ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്? പ്രസന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൾസോ എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം എന്ത് സിസ്റ്റം ആണെന്ന് എനിക്ക് പറയേണ്ടി വരും? ഡൈനാമിക് നമ്മൾ വെരിഫൈ ചെയ്തല്ലോ, നോൺ കോസൽ സിസ്റ്റം എന്ന് പറയേണ്ടി വരും. കോസൽ സിസ്റ്റം നമ്മൾ സ്റ്റാറ്റിക് ചെയ്ത സമയത്ത് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് കോസൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ എന്താ ചെയ്തത്? ടിക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ടിക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് വന്നത്? അതിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നത്. ഓക്കെ, സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിൽ, സെയിം പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? കോസലാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും അത് കോസലാണ്. ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നോൺ കോസലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേണം ചെയ്യാൻ. ആദ്യം സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറയണം. ഗീവ് എക്സ്പ്ലനേഷൻസ് ഫോർ ഈച്ച് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓരോ കേസസിലും അത് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയണം. ഓക്കെ അല്ലേ? കോസൽ എന്താണ്? നോൺ കോസൽ എന്താണ്? സ്റ്റാറ്റിക് എന്താണ്? ഡൈനാമിക് എന്താണ്? ടൈം ഇൻവേരിയന്റ് എന്ന് വെച്ചാൽ എന്താണ്? ടൈം വേരിയന്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഉൾപ്പെടെ നമ്മളിവിടെ കൊടുക്കണം അല്ലെങ്കിൽ എഴുതണം. ഓക്കെ അല്ലേ? സോ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽസ് ആർ എനർജി സിഗ്നൽ ഓർ പവർ സിഗ്നൽ. ഈ തന്നിരിക്കുന്ന 2 സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ 2 സിഗ്നലും എനർജി സിഗ്നലാണോ പവർ സിഗ്നലാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ 2 സിഗ്നൽസും എന്ത് സിഗ്നലാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആകുമ്പോൾ എനർജി മെഷർ ചെയ്യാൻ
ഒരു ഫോർമുലയുണ്ട്, അതുപോലെ തന്നെ പവർ മെഷർ ചെയ്യാനും ഫോർമുലയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യണം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനർജി സിഗ്നൽ ഈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് t ടു t e റൈസ് ടു മൈനസ് a മോഡ് t. ഫോർമുല ആദ്യം എഴുതാം. എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ അല്ലേ? നൗ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ മോഡ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ അല്ലേ? മോഡ് ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മോഡ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എക്സ് ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈക്വൽ ടു മൈനസ് എക്സ് ആണ് വെൻ എക്സ് ലെസ് ദാൻ 0. നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോഴൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഡെഫിനിഷനാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് വരുന്ന സമയത്ത് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് വരുന്ന സമയത്ത് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് വരുന്ന സമയത്ത് മോഡ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എക്സ് ആണ്. സോ സെയിം രീതിയിൽ ഇതിനെ മാറ്റുക. അതായത് മൈനസ് ടി ടു ടി എന്ന് പറയുന്നതിനെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യണം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് ടി ടു 0. അതാണല്ലോ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇ റൈസ് ടു മൈനസ് എന്താ പറയുക? ഇ റൈസ് ടു മൈനസ് എ നെഗറ്റീവ് സൈഡ് ആണ്. സോ മോഡ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ടി ആണ്. സോ ഇ റൈസ് ടു എ ടി ദ ഹോൾ സ്ക്വയർ, മോഡ് സ്ക്വയർ ഉണ്ട്, പ്ലസ് ഇന്റഗ്രൽ 0 ടു ടി. അതായത് പോസിറ്റീവ് സൈഡ് വരുന്ന സമയത്ത് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ത് സംഭവിക്കും? മോഡ് ടി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താണ്? ജസ്റ്റ് ടി ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇ റൈസ് ടു മൈനസ് എ ടി ഹോൾ സ്ക്വയർ ഡി ടി. പിന്നെ എന്ത് ചെയ്യുക? സാധാരണ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 280, അതുപോലെ മൈനസ് 280 എന്ന് വരും. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് ടി ടു 0 ഇ റൈസ് ടു 280 ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 ടു ടി ഇ റൈസ് ടു മൈനസ് 280 ഡി ടി. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇ റൈസ് ടു 280 ഇന്റഗ്രൽ ഇ റൈസ് ടു 280 ഡിവൈഡഡ് ബൈ 2a. ഓക്കെ അല്ലേ? മൈനസ് ടി ടു 0 പ്ലസ് ഇ റൈസ് ടു മൈനസ് 280 ഡിവൈഡഡ് ബൈ മൈനസ് 2a. അതിന്റെ ലിമിറ്റ് എന്താണ്? 0 ടു ടി. ഓക്കെ അല്ലേ? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. 1/2a പുറത്തെടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ അല്ലേ? മൈനസ് ടിക്ക് മൈനസ് ടി കൊടുക്കുകയാണ്. അതായത് ഇ റൈസ് ടു മൈനസ് 2a ക്യാപിറ്റൽ ടി മൈനസ് 1/2a. ഈ 1/2a ഔട്ട് സൈഡ് എടുത്താണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ഇ റൈസ് ടു മൈനസ് 2a ക്യാപിറ്റൽ ടി മൈനസ് ലോവർ ലിമിറ്റ് ഇ റൈസ് ടു 0. അതെന്താണ്? അറിയാം, 1 ആണ്. ഇ റൈസ് ടു 0. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എവിടെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താവും? ഇൻഫിനിറ്റി ആവും. ഇവിടെയും ഇൻഫിനിറ്റി വരും. നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിക്ക് വാല്യൂ ഉണ്ട്, അതെന്താണ്? 0 ആണ്. അതുപോലെ ഇ റൈസ് ടു 0യുടെ വാല്യൂ ഉണ്ട്, അതെന്താണ്? 1 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/2a എന്താ സംഭവിക്കുക? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, അതെന്താ? 0 മൈനസ് 1/2a. ഇതെന്താവും? ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, അതെന്താണ്? 0 ആണ്. സോ 0 മൈനസ് 1 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2a എന്ന് കിട്ടും. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറും. പ്ലസ് 1/2a 1/2a പ്ലസ് 1/2a സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/2a, അല്ലെങ്കിൽ അതിന് എന്തെഴുതാം? 1/a എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ 1/a എന്ന് എഴുതാം. സോ 1/a എന്ന് എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ വാല്യൂ പറയുന്നുണ്ട്. എന്താണ്? എയുടെ വാല്യൂസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്കത് വലിയ കാര്യമില്ല. എയുടെ വാല്യൂ പോസിറ്റീവ് ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്താണ്? ഈ സിഗ്നൽ എനർജി സിഗ്നൽ ആണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അല്ല. അതിന്റെ പവർ കൂടെ ചെക്ക് ചെയ്താലേ
നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ആവുകയുള്ളൂ. സോ നമുക്ക് ഇതിന്റെ പവർ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇ ആണ് നമുക്ക് കിട്ടിയത്, എനർജിയുടെ വാല്യൂ ആണ് കിട്ടിയത്. ഇനി ഇതേപോലെ പവർ മെഷർ ചെയ്യാം. പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഫോർമുല എന്താ വരുന്നത്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഓക്കെ മൈനസ് t2 പ്ലസ് t മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ dt. നമ്മൾ നേരത്തെ എഴുതിയ എനർജി സിഗ്നലിനെ അപേക്ഷിച്ച് പവർ സിഗ്നലിൽ വന്ന വ്യത്യാസം എന്താണ്? ഒരു 1/2t കൂടെ അഡീഷണൽ വന്നു. ബാക്കി എല്ലാ കാൽക്കുലേഷനും പഴയതുപോലെ തന്നെയാണ്. സോ ആ സ്റ്റെപ്പ് എല്ലാം എഴുതുന്നില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t. ബാക്കി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയായിരിക്കും. 1/2a ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2at. ദെൻ പിന്നെന്താ വരുന്നത്? മൈനസ് 1/2a മൈനസ് 1/2a ഇ റൈസ് ടു മൈനസ് 2at മൈനസ് 1. ഓക്കെ അല്ലേ? ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫൈനൽ വാല്യൂ കിട്ടും എന്ന രീതിയിൽ 1/a എന്ന് കിട്ടും. പക്ഷേ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണ്ടേ? 1/tക്ക് ഇൻഫിനിറ്റി കൊടുക്കണ്ടേ? അപ്പൊ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ നമുക്ക് വരും. ശരിയാണല്ലോ? 1/2t എന്നാണ് അതിരിക്കുന്നത്. 1/∞ എന്താണ്? 0 ആണ്. 1/∞ 0 ആണ്. അപ്പൊ 0 ഇത്രയും ക്വാണ്ടിറ്റി എന്തായി മാറി? 0 ആയി മാറി. 0 ഇൻറ്റു എനി ക്വാണ്ടിറ്റി ബിക്കംസ് എന്താണ്? 0 അല്ലേ? 0 അല്ലേ? 0 ഇൻറ്റു എനി ക്വാണ്ടിറ്റി ബിക്കംസ് എന്തായി മാറും? 0 ആയി. ഓക്കെ ആണല്ലോ? സോ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയേണ്ടി വരും? ഈ സിഗ്നല് എനർജി സിഗ്നലാണ്. പവർ നമുക്ക് എന്താണ്? 0 ആണ് കിട്ടിയത്. എനർജി നമുക്ക് എന്ത് കിട്ടി? ഫൈനൈറ്റ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു യു ഓഫ് ടി. എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു യു ഓഫ് ടി. എനർജിയുടെ ഫോർമുല നമുക്കറിയാം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ മൈനസ് t2 പ്ലസ് ടി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ dt. കറക്റ്റ് അല്ലേ? സോ ഇതിനും ലിമിറ്റ് യു ഓഫ് ടി വന്നതുകൊണ്ട് ലിമിറ്റ് ആയതുകൊണ്ട് ഏതുവരെയായി മാറും? 0 to t വരെയായി മാറും. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to t ടി യു ഓഫ് ടി അതിന്റെ സ്ക്വയർ, അതായത് ടി സ്ക്വയർ dt എന്ന് വരും. കറക്റ്റ് അല്ലേ? യു ഓഫ് ടി 1 അല്ലേ? ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? t³/3. ലിമിറ്റ് എന്താ? 0 to t. അപ്പൊ എന്താ സംഭവിക്കുക? t³ ക്യാപിറ്റൽ t³/3 എന്ന് കിട്ടും. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കാനാണ്. സോ ഇൻഫിനിറ്റി/3 അല്ലെങ്കിൽ എന്തായി മാറും? ഇൻഫിനിറ്റി ആയി മാറും. അപ്പൊ എനർജി എന്ത് കിട്ടി? ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക? പവർ വെരിഫൈ ചെയ്യുക. പവർ വെരിഫൈ ചെയ്യാനും ഇതേ ഫോർമുല തന്നെ നമ്മൾ യൂസ് ചെയ്യുക. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 1/2tയുടെ ഡിഫറൻസ് ആണ്. 0 to t t സ്ക്വയർ dt. അതായത് 1/2t t³/3 എന്ന് കിട്ടും. സെയിം ആൻസർ ആണ് നേരത്തെ കിട്ടുന്ന അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഒരു ടി കട്ടായി പോയി. ബാക്കി വരുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി t²/6 എന്ന് കിട്ടും. 2 into 3 6 ആണ്. സോ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഇതും എന്ത് തന്നെയാട്ടെ? ഇൻഫിനിറ്റി തന്നെ കിട്ടിയത്. ഇതെന്ത് മെഷർ ചെയ്താ? പവർ മെഷർ ചെയ്തു. സോ പവർ ഇൻഫിനിറ്റി കിട്ടി. എനർജി എന്ത് കിട്ടി? നമുക്കത് ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടിയത്. സോ രണ്ടും ഇൻഫിനിറ്റി ആണ്. എനർജി ഇൻഫിനിറ്റി ആണ്, പവറും ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എനർജി ആണെന്നോ പവർ ആണെന്നോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം കേസസിൽ നമ്മൾ പറയുന്ന പേരാണ് നെയ്തർ എനർജി നോർ പവർ. അത് എനർജി സിഗ്നലും അല്ല, എന്ത് സിഗ്നലും അല്ല, പവർ സിഗ്നലും അല്ല. എനർജി സിഗ്നലിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ പവർ സിഗ്നലിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും? നെയ്തർ എനർജി നോർ പവർ സിഗ്നൽ. ഓക്കെ. സോ ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കളക്ഷൻസും അതേപോലെ തന്നെയാണ് ഫർദർ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കളക്ഷൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. സോ ഇത്
നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സസ് കൃത്യമായി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് കുറച്ചുകൂടെ കൺസെപ്റ്റ് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമുക്ക് അടുത്ത മോഡ്യൂളിന്റെയും ഇതേപോലുള്ള ഡിസ്കഷൻസ് നമുക്ക് ഉണ്ടാവും. സോ അടുത്ത് നമുക്ക് കാണാം. താങ്ക് യു.